അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി വന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ രഞ്ജിത്ത് ലാൽ എന്ന കർത്താവിൻ്റെ ദാസനാണ്. പ്രിയ സഹോദരൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയങ്ങൾ വേർതിരിക്കുമ്പോൾ അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകരും വളരെ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ രഞ്ജിത്ത് ലാൽ ദിവാകരനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ബ്രദറെ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് രഞ്ജിത്ത് ലാൽ ദിവാകരൻ. ഞാൻ പൂനായ്ക്കടുത്ത് പിമ്പിരി സ്ഥലത്തിനടുത്ത് തേരകാവ് എന്ന് പറയുന്ന ദൈവസഭയിലെ ഒരു വിശ്വാസിയാണ്. കുടുംബമായിട്ട് ഇവിടെ പാർക്കുന്നു. ഭാര്യ, 2 കുട്ടികൾ. ഒരു മകൻ 12 പഠിക്കുന്നു, ഒരാൾ 7 പഠിക്കുന്നു. മാതാപിതാക്കള് നാട്ടിലായിരിക്കുന്നു. ഞങ്ങൾ 4 മക്കളാണ്. ഞാനാണ് ഏറ്റവും ഇളയത്. മറ്റ് 2 സഹോദരനും 1 സഹോദരി, എല്ലാവരെയും വിവാഹം കഴിഞ്ഞു. അവരെല്ലാം കുടുംബസ്ഥരായിട്ട് പലയിടങ്ങളിലായിരിക്കുന്നു. അങ്ങനെ എൻ്റെ ബാല്യകാലം ഞാനൊരു ഹൈന്ദവ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ബാല്യം മുതലേ ഞങ്ങള് ക്ഷേത്രങ്ങളെ ആശ്രയിച്ചും ആരാധിച്ചും അതുപോലെ തന്നെ വിഗ്രഹങ്ങളിൽ ആരാധിച്ചും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ കുഞ്ഞുനാളില് എൻ്റെ അച്ഛന് സുഖമില്ലാതെ വന്നു. അദ്ദേഹത്തിന് ഒരു നട്ടൽ ഓപ്പറേഷനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ഒരു ദീർഘനാളുകളായിട്ട് ഇങ്ങനെ ചെലവഴിക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിലൊക്കെയും ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ചെറുപ്പ പ്രായത്തിലൊക്കെ ആഹാരം വീട്ടില് കാണത്തില്ല. അയലത്തെ ഭവനങ്ങളിലൊക്കെ പോയി ഭക്ഷിക്കുവാൻ ഇടയായി. അനേക അയൽക്കാരായിട്ടുള്ള നല്ല നാട്ടുകാരൊക്കെയാണ് ഞങ്ങളെ ആഹാരം തന്ന് ഞങ്ങളെ വളർത്തിയത്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ ബാല്യകാലം. പിന്നെ അതുകൊണ്ട് വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറുവാൻ കഴിഞ്ഞില്ല. 8ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം പോണമെന്നുണ്ടായിരുന്നു. വീട്ടിലെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടൊക്കെ കാരണം മുമ്പോട്ട് പഠിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ അച്ഛന് നട്ടലിന് ഓപ്പറേഷൻ വേണ്ടി വന്ന വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലി ഈ കൺസ്ട്രക്ഷൻ വർക്കില് കമ്പിയുടെ പണിയായിരുന്നു, തട്ടിന്റെ സെൻട്രിങ്ങിന്റെ പണിയൊക്കെ. അങ്ങനെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് നട്ടലിനൊരു പ്രയാസം ഉണ്ടായി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു 1984. വലിയ ബുദ്ധിമുട്ടി കൂടി അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ആ സമയത്ത് ഓപ്പറേഷന് വേണ്ടിയിട്ട് നാട്ടുകാര് പല സഹോദരങ്ങളൊക്കെയും അയൽക്കാരെല്ലാം പിരിവെടുത്താണ് അതിനുള്ള ഒരു തുക കണ്ടെത്തിയത്. അതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുമ്പോൾ വലിയ ഇന്നത്തെ സാഹചര്യത്തില് വലിയ ദുഃഖം തോന്നും. അന്നത്തെ സാഹചര്യം ഒരു ചെറ്റപ്പരയായിരുന്നു ഞങ്ങളുടേത്. മണ്ണുകൊണ്ടുള്ള ഭിത്തിയായിരുന്നു. അതിൽ കൂടിയൊക്കെ ഞങ്ങള് വളർന്ന് ദൈവം ഞങ്ങളെ നടത്തി. അതിനുശേഷമാണ് വിദ്യാഭ്യാസത്തിൽ ആർക്കും ഞങ്ങളുടെ ഭവനത്തിൽ ആരും 10ാം ക്ലാസ് ജയിക്കുവാനായിട്ട് പറ്റിയില്ല. ഞാൻ 8ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയുള്ളൂ. ബാല്യത്തിലെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടും ഒക്കെയാണ് ഞങ്ങളെ വിദ്യാഭ്യാസത്തിൽ മുമ്പോട്ട് നയിക്കുവാൻ കഴിയാഞ്ഞത്. അങ്ങനെ കുഞ്ഞുനാൾ തൊട്ടേ ഞങ്ങളെല്ലാവരും ജോലിക്ക് കടന്നു പോകുമായിരുന്നു, പലതരത്തിലുള്ള ജോലിക്ക്. അങ്ങനെ എൻ്റെ ഒരു 14ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ മത്സ്യബന്ധനത്തിന് പോകുമായിരുന്നു. ഞങ്ങൾ നീണ്ടകരയിലേക്ക് താമസം മാറി. അവിടെ ആയിരിക്കുമ്പോൾ മത്സ്യബന്ധനത്തിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടാണ് വീട്ടു ചെലവുകളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ പഠിപ്പും 8ാം ക്ലാസ്സിൽ നിന്ന് പോയി. എൻ്റെ മൂത്ത സഹോദരിയും നേരെ മൂത്ത ജ്യേഷ്ഠനുമാണ് 10ാം ക്ലാസ് വരെ പഠിച്ചു തോറ്റുപോയത്. പിന്നീട് അവർക്ക് എഴുതിയെടുക്കാനോ പഠിക്കുവാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെയല്ല ഞങ്ങള് ഒരു ചെറ്റപ്പരയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഞാൻ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കടലും കായലും കൂടി ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഞങ്ങള് ഈ കോരുവല എന്ന് പറയും, കമ്പാവല, കോരുവല. അപ്പൊ അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കാലിൽ എന്തോ കടിച്ചതായിട്ട് അനുഭവപ്പെട്ടത്. പെട്ടെന്ന് തന്നെ ഞാൻ
വള്ളത്തെ കയറി. അപ്പോൾ തന്നെ എനിക്ക് വിറയലുണ്ടായി, ശരീരം മുഴുവനും വിറയലുണ്ടായി. പെട്ടെന്ന് തന്നെ പനി അടിച്ച്, എന്തോ വിഷമുള്ള എന്തോ ഒരു ജന്തുവായിരുന്നു. അങ്ങനെ എന്താണ് കടിച്ചതെന്ന് കാണാൻ പറ്റിയില്ല. അങ്ങനെ ആ കടിയേറ്റ് വീട്ടിൽ വന്നു. ഹോസ്പിറ്റലിൽ പോയി TT ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. പിറ്റേന്ന് തൊട്ട് ശരീരത്തിനെല്ലാം ചൊറി ഇങ്ങനെ വട്ടച്ചൊറി പോലെ ഇങ്ങനെ ശരീരമാസകലം, കൈയും കാലും ഇടിപ്പെല്ലാം ഇങ്ങനെ വരുവാനിടയായി. അങ്ങനെ ഈ ചൊറി വന്നതിന് ശേഷം ഞാൻ പോയി ഡോക്ടറെ പോയി കണ്ടു. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു നോക്കിയിട്ടൊന്നും കുറയുന്നില്ല. അങ്ങനെ പലരും പറഞ്ഞു ആയുർവേദത്തിൽ എന്തെങ്കിലും കഴിച്ചു നോക്കാം. അങ്ങനെ ആയുർവേദം പഥ്യം നോക്കി. അങ്ങനെ 1 വർഷത്തോളം കാലം ഞാൻ ഇങ്ങനെ ഇത് മരുന്ന് ഉപയോഗിച്ചു. പക്ഷെ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിന്റെ അടുത്തുനിന്നൊരു 1.5 കിലോമീറ്റർ ദൂരെയുള്ള ലിയോൺ അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനെ കാണുവാനിടയായത്. അദ്ദേഹം എൻ്റെ ഈ സാഹചര്യമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്നോട് വലിയ ദയ തോന്നി. കാര്യം എൻ്റെ കൈയും കാലും എല്ലാം വളരെ ശോഷിച്ച് അങ്ങ് സ്കെൽറ്റായി മാറി, വളരെ ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യനായി മാറി. എനിക്ക് ഈ പുഴുക്കടി, വട്ടച്ചൊറി പോലുള്ള ഇങ്ങനെ ഇത് വന്നപ്പോഴത്തേക്ക് മറ്റുള്ള സഹോദരങ്ങളുടെ അടുത്തൊന്നും പോകാനൊക്കത്തില്ല. ആൾക്കാരൊക്കെ എന്നെ കളിയാക്കി ചൊറിയം വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് വിടുവായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. അങ്ങനെയാണ് ഈ അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നത്. അപ്പച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇതേപോലെ വട്ടച്ചൊറിയാണ്, ചികിത്സ ചെയ്തിട്ട് മാറുന്നില്ല. അദ്ദേഹം പറഞ്ഞു നിനക്ക് യേശുവിൽ വിശ്വാസമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ദൈവമാണ്. ആ ദൈവം ഇന്ന് ജീവിക്കുന്നു. ആ ദൈവത്തിൽ വിശ്വസിച്ച മോനെ നിന്റെ ഈ അസുഖം മാറുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞങ്ങള് ഹിന്ദുക്കള് 33 കോടി ദൈവങ്ങളെ ആരാധിച്ചു വരുന്ന ഒരു കുടുംബത്തിലെയാണ് ഞാൻ. ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട്, മറ്റേതെല്ലാം ഉണ്ട്. അപ്പം അതിലൊക്കെ ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ടും അവരൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം യേശുക്രിസ്തു ചെയ്യുമോ എന്നുള്ള ഒരു വിശ്വാസമില്ലായിരുന്നു. അപ്പം ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചാ ഞങ്ങൾക്കും ഒത്തിരി ദൈവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ ഞാൻ പോയി ആരാധിക്കുന്നുണ്ട്, നേർച്ച ഇടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഈ അസുഖം മാറാനായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നും മാറ്റമില്ല. അപ്പച്ചൻ പറഞ്ഞു അങ്ങനെയല്ല, കർത്താവായ യേശു ക്രിസ്തു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ ദൈവമാണ്. അങ്ങനെ നിന്റെ ഈ അസുഖത്തിന് കർത്താവ് സൗഖ്യം തരും, നീ വിശ്വസിച്ചാൽ മതി. ഞാൻ പറഞ്ഞ വിശ്വസിക്കാം അപ്പച്ച. അപ്പൊ എങ്ങനെയെങ്കിലും എന്റെ അസുഖം മാറി കിട്ടണേ എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. ഞാൻ ചോദിച്ചു. അന്നേരം അപ്പച്ചൻ പറഞ്ഞ് പുനലൂര് കൺവെൻഷൻ നടക്കുന്നുണ്ട്, അപ്പൊ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അവിടെ കടന്നു പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മോൻ വാ, ഞാൻ അവിടെ കൊണ്ടുപോകാം, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിടുതലുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്നേരം പറഞ്ഞു അപ്പച്ച എനിക്ക് ഞാൻ അന്നേരം ആ അപ്പച്ചൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നത് ഒരു കാവി കൈലിയൊക്കെ കൊടുത്താണ്. കാര്യം ഞങ്ങള് ക്ഷേത്രത്തില് ഞാനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും RSSൽ ഈ കുട്ടികളെ ശാഖ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കാലമായിരുന്നു. ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ രീതിയിലുള്ള ഒരു വേഷത്തിലാണ് ഞാൻ ചെന്നത്. അപ്പം ചർച്ചിലൊക്കെ പോകുമ്പോൾ നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ പോകണമെന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഞാൻ പറഞ്ഞു അപ്പച്ചാ എനിക്ക് ഡ്രസ്സൊന്നുമില്ല. അപ്പച്ചൻ പറഞ്ഞ് അപ്പൊ കുഴപ്പമില്ല, ഡ്രസ്സൊക്കെ ഞാൻ തരാം, ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഞാൻ തരാം, മോനിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴ് പിന്നെ ഞാൻ പറഞ്ഞു അപ്പച്ചാ ഇവിടുന്ന് ഈ നീണ്ടകരയിൽ നിന്ന് പുനലൂര് വരെ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിക്കൂലി എൻ്റെ കയ്യിലില്ല, തടസ്സങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ് അതും കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം, വണ്ടിക്കൂലി ഞാൻ തരാം, നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വസ്ത്രവും വണ്ടിക്കൂലിയും അദ്ദേഹം തന്നു. ആ ലിയോണപ്പച്ചന്റെ കൂടെ വെളുപ്പിനെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ പുനലൂര് കടന്നുപോയി. പുനലൂര് ബഥേല് AGയുടെ കൺവെൻഷൻ നടക്കുകയാണ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ശുശ്രൂഷയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സെക്ഷൻ ഉണ്ട്. അവരെ പ്രത്യേകം മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പം ആരാധനയുടെ അവസാന ഘട്ടത്തിലായിട്ട് ദേവദാസനെ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു രോഗികളായിട്ടുള്ളവര് അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റിരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എഴുന്നേറ്റ് നിന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നത് ഇതാണ്, എൻ്റെ മനസ്സിൽ ഞാൻ പറയുകയാണ്. അപ്പം ആ ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ആഗ്രഹം പറയാ. ഞാൻ പറഞ്ഞു കർത്താവേ യേശുവേ, അങ്ങയ്ക്ക് കഴിയുമെങ്കിൽ എൻ്റെ ഈ അസുഖം
മാറ്റാമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യാമെന്നുള്ള ഒരു തീരുമാനമെടുത്തു. അത്രയും ഞാൻ പറഞ്ഞോളൂ. അങ്ങയ്ക്ക് വേണ്ടി ഇനിയുള്ള നാളുകളിൽ ജീവിക്കാം, അങ്ങനെ വിശ്വസിക്കുന്നെന്നും പറഞ്ഞുള്ള ഒത്തിരി തീരുമാനമെടുത്ത് അത്രയും എടുത്തിട്ട് ഞാൻ ഇനി പോരുന്നു. അപ്പച്ചൻ അവിടുന്ന് ആഹാരമൊക്കെ വാങ്ങിച്ചു തന്ന ലിയോണപ്പച്ചൻ ചവറ നല്ലെഴുത്തുമുക്ക് AG സഭയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം എന്നെ തിരിച്ച് നീണ്ടകര കൊണ്ടുവന്ന് വിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് അന്നത്തെ ദിവസം ഞായറാഴ്ചയായിരുന്നു, കിടന്നുറങ്ങി ആഹാരമൊക്കെ കഴിച്ചിട്ട് നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പം തൊട്ടടുത്തുള്ള ആന്റി എന്നെ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ മോനെ, നീ എന്ത് മരുന്നായിട്ട്, നിന്റെ കൈക്കും കാലിനും എല്ലാം ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. കാര്യം എല്ലാ ദിവസവും എന്നെ കാണുന്നവരാ. അവര് എന്നെ കണ്ടിട്ട് എന്നെ എന്ത് മരുന്നായിട്ട് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത്. ഞാന് മൊത്തത്തിൽ എന്നെ അപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് അയ്യോ, എനിക്ക് വലിയ വ്യത്യാസം വന്നല്ലോ. ഞാൻ അറിയുന്നില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് കർത്താവ് എന്നെ ആ കുഷ്ഠരോഗത്തിന്റെ പോലുള്ള ആ വട്ടച്ചൊറിയുടെ പ്രയാസത്തിൽ നിന്ന് ദൈവം എന്നെ സൗഖ്യമാക്കി. ഞാൻ പെട്ടെന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്തപ്പോ എന്റെ ശരീരത്തിൽ മുഴുവനും ആ അസുഖം മാറി. എങ്ങനെ ബാല്യകാലത്ത് എങ്ങനെ ഒരു നോർമലായിട്ടുള്ള ഒരു മനുഷ്യന്റെ കൈകാലുകൾ എങ്ങനെ ഇരിക്കുന്നു അതേപോലുള്ള ഒരു അവസ്ഥയുണ്ടായി. അതെന്റെ ജീവിതത്തെ വലുതായിട്ട് മാറ്റിമറിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവിടുന്ന് തുള്ളിച്ചാടി ഈ ലിയോണപ്പച്ചൻ എന്ന് പറയുന്ന കൊച്ചുതുരുത്തം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ സ്ഥലങ്ങളെല്ലാം കായല് കൊണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ്. എന്റെ തുരുത്തിന്ന് വേറൊരു തുരുത്തി പോണേ വള്ളം വേണം. ഞാൻ വെളുത്തുരുത്തിലാണ്, നീണ്ടകര വെളുത്തുരുത്തിൽ നിന്ന് പന്നക്കത്തുരുത്തിലോട്ട് ഒരു തടിപ്പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ കടന്ന് അവിടെ ചെന്നിട്ട് പന്നക്കത്തുരുത്തിന്ന് വേണം പിന്നെ ഈ കൊച്ചുതുരുത്തിലോട്ട് പോകുവാൻ. അങ്ങനെ കൊച്ചുതുരുത്തിലോട്ട് കടന്നു ചെന്നു ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, നിങ്ങളുടെ കർത്താവ് ജീവിക്കുന്നത്, ആ ദൈവമാണ് യഥാർത്ഥ ദൈവം, എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ്. അപ്പച്ചൻ പറഞ്ഞു, യോ മോന്റെ മനസ്സിൽ ഇരുന്നാ മതി. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ ആരാധനയ്ക്ക് ചർച്ചിൽ വരികയാണ്, എനിക്കിനി യേശുവിനെ മതി, ഞാൻ യേശുവിനെ ആരാധിക്കുവാനായിട്ട് തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, യോ നിങ്ങളുടെ ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും മോനെ, ഇപ്പം നിന്റെ മനസ്സിൽ ഇരുന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുരുത്തെന്ന് പറയും. അവിടെ ക്രിസ്തീയ കുടുംബങ്ങൾ വളരെ ചുരുക്കമാണ്. കൂടുതലും ഈ ഹിന്ദുക്കളിൽ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതൽ ആൾക്കാർ അവിടെ. അങ്ങനെയുള്ള ഒരു ദേശത്ത് ഞാനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ടുള്ള ഒരു മുഖാന്തരം ഉണ്ടായത്. അപ്പോഴവിടെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ഭയം കൊണ്ട് അപ്പച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, നിന്റെ മനസ്സിരുന്നാൽ മതി, കർത്താവിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് ഒഴിവാക്കാൻ നോക്കി. ഞാൻ പറഞ്ഞില്ല അപ്പച്ച, ഞാൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരുന്നു, എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ലെഴുത്തുമുക്ക് ചവറ നല്ലെഴുത്തുമുക്ക് AG സഭയിൽ അന്ന് തൊട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായി. ആ AG സഭയിൽ കടന്നു ചെന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അവിടെ വിഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ, ചർച്ചിൽ ആദ്യമായിട്ടാണ് കടന്നു പോകുന്നത്, അപ്പൊ വിഗ്രഹങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് സൺഡേ ക്ലാസ് പഠിക്കുന്നു. എനിക്ക് വലിയ താല്പര്യം ആഗ്രഹം ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇവിടെ ഇരുന്ന് സൺഡേ ക്ലാസ് പഠിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴെന്തായാലും പാർഷ അമ്മാമയാണെങ്കിൽ എനിക്കൊരു ബൈബിള്, പുതിയ നിയമ ബൈബിള് തന്ന് ആ കുട്ടികളോടൊപ്പം ഒരു നോട്ട്ബുക്ക് ഒക്കെ ആയിട്ട് കടന്നുപോയി സൺഡേ ക്ലാസ് പഠിക്കുവാനായിട്ട്. അങ്ങനെ കടന്നുപോയി. ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ എല്ലാ ഞായറാഴ്ചകളും ഈ മുടങ്ങാതെ ഈ ആരാധനയ്ക്ക് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളും മറ്റ് ആൾക്കാരും എല്ലാം പാർക്കുന്ന ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങളായിട്ടുള്ള ഇടത്ത് ആൾക്കാർ ചോദിക്കുവാനിടയായി, രഞ്ജിത്ത് എന്താ ഇപ്പം ബെന്തക്കോസ്റ്റിൽ പോകുന്നോ, അല്ലെ ക്രിസ്ത്യാനിയായോ, മതം മാറാൻ പോയോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, മതമൊന്നും മാറത്തില്ല, എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, അസുഖത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടി, കർത്താവ് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു, ആ ദൈവം എനിക്ക് സൗഖ്യം തന്നു, അതുകൊണ്ട് ഞാൻ ഇനി തൊട്ട് ചർച്ചിൽ ആരാധനയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയും അങ്ങനെ അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ എൻ്റെ ദേഹത്ത് ദൈവത്തിന്റെ അഭിഷേകം എനിക്ക് ലഭിക്കുവാനിടയായി. കർത്താവിന്റെ അഭിഷേകം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ദൈവത്തെ വളരെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കരണ്ടടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ എനിക്ക് ദൈവം
ഒരു ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ഒക്കെ സഹായിച്ചു. അങ്ങനെ ഞാൻ പുതിയ നിയമത്തിന്റെ കുറച്ച് വാക്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുകയും മറ്റുള്ളവരോടൊക്കെ കടന്നുപോയി സുവിശേഷം ഇങ്ങനെ പറയുമായിരുന്നു. ഒരു ആശുപത്രികളിലൊക്കെ പലയിടങ്ങളിലുമൊക്കെ. അപ്പം അപ്പച്ചന് എന്നോട് വലിയ താല്പര്യം ഉണ്ടായി. അവിടെയുള്ള തെക്കുംഭാഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനം ഏജിയുടെ സഭയുടെ നേതൃത്വത്തിൽ തുടങ്ങി. അത് തുടങ്ങിയത് നമ്മുടെ ലിവിഷ്യൻ സാർ എന്ന് പറയുന്ന ഒരു അപ്പച്ചനാണ്. അദ്ദേഹവും ഈ നല്ല എഴുത്തുമുക്കിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർഡ് ആയതിനു ശേഷം അദ്ദേഹം ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം പഠിച്ചിട്ട് തെക്കുംഭാഗം മടത്തിമുക്കിനടുത്ത് ഒരു ഏജി സഭ തുടങ്ങുവാനിടയായി. അപ്പോൾ അവിടെ പല പല സ്ഥലങ്ങളിലൊക്കെ പരസ്യയോഗം വെക്കുമായിരുന്നു. അങ്ങനെ ഈ പരസ്യയോഗത്തില് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ വിളിക്കും. അങ്ങനെ ഞാൻ കടന്നു പോകും. അവിടെ അങ്ങനെ സാക്ഷ്യം പറയുമായിരുന്നു. അങ്ങനെ കോഴികള കൺവെൻഷൻ, അങ്ങനെ പല സ്ഥലങ്ങളിലുമുള്ള കൺവെൻഷനൊക്കെ കടന്നു പോയിട്ട് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ഞാൻ ഇതിനെ സ്ഥിരമായിട്ട്, അപ്പോൾ തന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിൽ പൈസയും കൊണ്ട് കൊടുക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ആരാധനയ്ക്ക് കടന്നു വരും. അങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് പോകുന്നെന്ന് പലരും എന്നെ കുറിച്ച് അറിയുവാനായിട്ട് ഇടയായപ്പോഴത്തേക്ക് ആൾക്കാര് എങ്ങനെയെങ്കിലും ഇത് തടയണമല്ലോ. എൻ്റെ സഹോദരങ്ങളോടും വീട്ടിലൊക്കെ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ കരയോഗത്തിൽ നിന്ന് ഇനി നിങ്ങളുടെ പേര് വെട്ടും, നിങ്ങൾ ഇങ്ങനെ ക്രിസ്ത്യാനിയായി മകൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീട്ടിലെ വിഷയങ്ങളെല്ലാം കുഴപ്പമാകും. നിങ്ങൾ മക്കളൊക്കെ വളർന്നു വരില്ലേ, അവർക്ക് വിവാഹമൊന്നും നടക്കത്തില്ല എന്നൊക്കെ എൻ്റെ മാതാപിതാക്കളോടൊക്കെ അയലത്തുള്ള ആൾക്കാർ പറയുവാനിടയായി. അപ്പോഴും ഞാൻ അതൊന്നും വകവെക്കാതെ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് പറയും, എന്തിനാ ഇങ്ങനെ ചർച്ചിലൊക്കെ പോകുന്നത്, ആൾക്കാർ ഓരോന്ന് പറയാൻ തുടങ്ങി, നമ്മൾ ക്രിസ്ത്യാനികളായോ എന്നൊക്കെ, ഞങ്ങളെ കളിയാക്കുന്നെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞ്, കളിയാക്കുന്നവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് സൗഖ്യം തന്നല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ എന്തായാലും ഞാനിങ്ങനെ സ്ഥിരമായിട്ട് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നു എന്നൊക്കെ നോക്കിയപ്പോഴത്തേക്ക് വിരോധങ്ങൾ, എതിർപ്പുകൾ കൂടി വന്നു. അപ്പൊ എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ കൂടെ ശാഖയിലുള്ള ആൾക്കാർ, അപ്പൊ ഞാൻ അന്നേരം ഈ അമ്പലങ്ങളിലൊക്കെ പോക്ക് നിർത്തി, ക്ഷേത്രങ്ങളിൽ പോകത്തില്ല, ശാഖയിൽ പോകത്തില്ല. അപ്പൊ എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, വിശ്വാസമൊക്കെ നല്ലതാ, പക്ഷേ ഇങ്ങനെ സ്ഥിരമായിട്ട് പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും, നിന്നെ അവര് മതം മാറ്റി കളയും, പിന്നെ അങ്ങ് ബന്ധക്കോസിലങ്ങ് ആയിപ്പോകും, ക്രിസ്ത്യാനി ആയിപ്പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവര് ഓരോന്ന് ഉപദേശിക്കാൻ തുടങ്ങി. ഞാൻ അതൊന്നും വകവെക്കാതെ വീണ്ടും ആരാധന കടന്നു വരടിയായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഭവനത്തില് രാത്രി കാലങ്ങളിൽ വന്നിട്ട്, ഞങ്ങളുടെ ചെറ്റപ്പരയാണ്, അപ്പം ഒരു ചെറ്റപ്പരയില് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിലത്തൊക്കെ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നിരുന്നു സ്തോത്രം ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് പാട്ടുപാടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ അറിയാൻ തുടങ്ങി. അങ്ങനെ പ്രതികൂലങ്ങൾ കൂടി. അവർക്ക് എങ്ങനെയെങ്കിലും രഞ്ജിത്തിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കരയോഗത്തിന്റെ ഒരു സെക്രട്ടറി ആയിരിക്കുന്ന ഒരു ചേട്ടന്റെ വീട്ടിലേക്ക് എന്നെ വിളിപ്പിച്ചു. വിമൽ എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പറിന്റെ ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിപ്പിച്ചിട്ട് എന്നെ ഒത്തിരി ഉപദേശിച്ചു. അദ്ദേഹം പറഞ്ഞ്, വിശ്വാസമൊക്കെ എല്ലാവർക്കും ഉണ്ട്, അതൊക്കെ മനസ്സിലിരുന്നാൽ മതി, ഇങ്ങനെ പള്ളിയിലൊന്നും എപ്പോഴും പോകണ്ട, പോയി കഴിഞ്ഞാല് മോനെ നിന്റെ പെങ്ങളുടെ വിവാഹം നടക്കത്തില്ല, ജ്യേഷ്ഠ സഹോദരന്റെ വിവാഹം നടക്കത്തില്ല, ഞങ്ങളെല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തും. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒത്തിരി ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് നോക്കി. ഞാൻ ഇച്ചിരി നേരം കേട്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ, എന്റെ ഈ കയ്യും കാലും ഒക്കെ വട്ടച്ചോറി വന്നിട്ട് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി നേർച്ച കാഴ്ചകളൊക്കെ നടത്തിയിട്ട് ഒന്നും മാറിയില്ല. യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദൈവം എനിക്ക് സൗഖ്യം തന്നു. അങ്ങനെ ആ ദൈവത്തെ ഇനി മുതൽ ഞാൻ ആരാധിക്കും, ഞാൻ ചർച്ചിൽ പോകും, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളാൻ പറഞ്ഞു. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകും, നിങ്ങളെ കൊണ്ട് എന്തോന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ചലഞ്ച് ചെയ്തിട്ട് ഞാൻ ഇനി പോരുന്നത്. പിറ്റേ ആഴ്ച മുതല് പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഞാന് എവിടെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ട്രാക്റ്റുകൾ കാണും. ഞാൻ പോകുന്ന വഴിയിൽ എല്ലാ ആൾക്കാരോട് സുവിശേഷമൊക്കെ പറഞ്ഞ് ട്രാക്റ്റുകൾ കൊടുക്കുമായിരുന്നു. ഹോസ്പിറ്റലുകളൊക്കെ കടന്നു പോകും. അപ്പം ഞാനിങ്ങനെ ഒരു കൺവെൻഷന്റെ പ്രസംഗത്തിന് പോയിട്ട് അവിടെ ചെന്ന് സാക്ഷിയൊക്കെ പറഞ്ഞിട്ട് ഭവനത്തിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ
ആ സഹോദരി എന്റെ കയ്യിൽ നിന്ന് ബൈബിളും എല്ലാം പിടിച്ചു വാങ്ങിച്ച് തീയിട്ട് കളഞ്ഞു. അതെനിക്ക് വലിയ ദുഃഖമായി. അങ്ങനെ ട്രാക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതും എല്ലാം എടുത്ത് തീയിട്ട് അങ്ങനെ ഒരുപാട് ഉപദ്രവിക്കാനിടയായി. ഞാൻ ഏറ്റവും ഇളയ ആളായതുകൊണ്ട് അവർക്കെല്ലാം എന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ ഉള്ള അധികാരമുണ്ട്. ഞാനൊന്നും പറയത്തില്ല. അങ്ങനെ എന്നെ തല്ലുകയൊക്കെ ചെയ്യും. അപ്പൊ അതെല്ലാം ഞാൻ സാരമാക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് വലിയ വിഷമം, ഈ ബൈബിള് തീയിട്ട് കളഞ്ഞല്ലോ ദൈവമേ. വീണ്ടും ഞാൻ ചർച്ച ചെയ്യുന്ന ബൈബിള് കൊണ്ടുവന്ന് വീട്ടിൽ എങ്ങനെയും ഒളിപ്പിച്ച് എവിടെങ്കിലും ഒക്കെ വെക്കും. അപ്പോഴ് അവിടുന്ന് അവരതെടുത്ത് തീയിട്ടു. അങ്ങനെ എനിക്ക് വലിയ വിഷമമായി. ബൈബിളുകൾ എവിടെല്ലാം കൊണ്ടുവച്ചാലും നിങ്ങൾ അത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പം വീട്ടില് ഒരു തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങില് ഞാൻ കയറിയിട്ട് അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു. അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ആ തെങ്ങയില് രാത്രി കാലങ്ങളിൽ കയറിയിട്ട് ചെറിയ ഒരു ബാറ്ററി, ഈ ടോർച്ച് ലൈറ്റ് ഉണ്ട്, ഒരു കൊച്ചു ടോർച്ച് ലൈറ്റുമായിട്ട് ഞാൻ അതിന്റെ മേളിൽ കയറിയിരുന്നിട്ട് ഓരോ വാക്യങ്ങള് എടുത്ത് വായിച്ച് പഠിച്ചിട്ട് ഞാൻ അവിടെ ഒളിപ്പിച്ചു വെക്കും. ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ പോയി ഞാൻ അതിന്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് തിരിച്ച് താഴെ ഇറങ്ങിയിട്ട് ആരും കാണാതെ. അങ്ങനെ പിന്നെ ചർച്ചിൽ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു, വർഷങ്ങളെ എനിക്ക് ബൈബിളുമായിട്ട് വരാനൊക്കത്തില്ല, ബൈബിൾ അവിടെ വീട്ടിൽ മേടിച്ച് തീ കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അവിടെ ചർച്ചിൽ ഒരു ബൈബിള് മേടിച്ച് ചർച്ചിൽ കൊണ്ടുവച്ചിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും പിന്നെയും എൻ്റെ സഹോദരങ്ങളുടെ സുഹൃത്തുക്കള് അവരെല്ലാം കടന്നു വന്നിട്ട് ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല, അവൻ ഞായറാഴ്ച ദിവസം ചർച്ചിൽ പോകുന്നതിന് ശനിയാഴ്ച ദിവസം രാത്രി അവന്റെ ഡ്രസ്സുകളെല്ലാം എടുത്ത് വെള്ളത്തിൽ കൂത്തു വെച്ചേക്കണം. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് അവർ വെള്ളത്തിൽ കൂത്തു വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമായി. ഞാൻ എന്തോ ചെയ്യും ഇനി, ദൈവമേ എങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും? അങ്ങനെ ഡ്രസ്സ് ഇല്ലാതിരിക്കുമ്പം അങ്ങനെ പല പ്രാവശ്യം ആരാധന മുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് വലിയ ദുഃഖമുണ്ടായി. പിന്നെ ഞാൻ ഓരോ ജോഡി ഡ്രസ്സ് എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് അവിടം വരെ കൈലി കൊടുത്തു പോയിട്ട് അവിടുന്ന് പാൻറ് ഷർട്ട് വിട്ടിട്ട് അവിടുന്ന് അങ്ങനെ ചർച്ചിൽ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരന്റെ സുഹൃത്തുക്കള് അവര് എല്ലാവരും കൂടെ ചർച്ചിൽ കടന്നു വന്നു മോട്ടോർ സൈക്കിളിൽ. അവര് കടന്നു വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, നല്ല എഴുത്തുമുക്കിൽ അന്ന് ബിനോയ് പാസ്റ്ററാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്, അദ്ദേഹത്തോട് പറഞ്ഞു, രഞ്ജിത്തിനെ ഇവിടെ കയറ്റി കഴിഞ്ഞാൽ അവനെ മതം മാറ്റാൻ നോക്കിയാൽ ഞങ്ങൾ ചർച്ചിൽ വന്ന് പ്രശ്നമുണ്ടാക്കും, ഞങ്ങൾ ഇവിടെ എല്ലാരെയും അടിക്കും എന്നൊക്കെ ഉള്ള ഭീഷണി മുഴക്കി. അങ്ങനെ അവര് കടന്നു വന്ന് ചർച്ചിൽ നല്ല എഴുത്തുമുക്കി സഭയിൽ വന്ന് ഭീഷണി മുഴക്കിയപ്പോഴത്തേക്ക് ദേവദാസനും അവിടുത്തെ സെക്രട്ടറി ആയിരിക്കുന്ന ചാക്കോ സാറും എല്ലാവരോടും പറഞ്ഞ്, രഞ്ജിത്ത് ബ്രദർ മുഖാന്തരം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട, ആ മോനൊരു കാര്യം ചെയ്യ്, വേറെ ഏതെങ്കിലും ദൂരോട്ടുള്ള ഒരു ചർച്ചിലോട്ട് എങ്ങാനും പൊയ്ക്കോ, ഇങ്ങോട്ട് വരണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഞാനിങ്ങനെ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നത് കാരണത്താല് നല്ല എഴുത്തുമുക്ക് സഭയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു, ദൈവമേ ശരി എന്നാ പിന്നെ എന്തെങ്കിലും മാർഗം നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പം ഞാന് അച്ഛനോട് പറഞ്ഞു, വെച്ചാൽ എനിക്ക് മോട്ടോർ സൈക്കിളിന്റെ പണി പഠിക്കണം, മീൻപിടുത്തമൊക്കെ വിട്ടേച്ച് ഈ മീൻ പിടിക്കുന്ന പരിപാടിയൊക്കെ വിട്ടേച്ച് മോട്ടോർ സൈക്കിളിന്റെ പണി പഠിക്കുവാനായിട്ട് വെറ്റമുക്ക് എന്ന് പറയുന്ന കരുനാഗപ്പള്ളിക്ക് അടുത്ത് വെറ്റമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പണി പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അവിടേട്ട് ഇങ്ങനെ പോകാനായിട്ട് ഇരിക്കുകയാണ്. അവിടേട്ട് പോകാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇത്രയും പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാന് വീണ്ടും പിറ്റേ ഞായറാഴ്ച, ഇപ്പൊ ഓരോ ഞായറാഴ്ച ഓരോ പ്രശ്നങ്ങളാണ്, പിറ്റേ ഞായറാഴ്ച വടക്കോട്ടുള്ള ഒരു വണ്ടി കയറി പരിമണത്തുനിന്ന് കയറിയിട്ട് ഞാൻ AMC മുക്കിൽ ഇറങ്ങും, അല്ലെങ്കിൽ ചവറയിൽ ഇറങ്ങിയിട്ട് നേരെ കൊല്ലത്തോട്ട് പോകും. അപ്പൊ കൊല്ലത്ത് ഇങ്ങനെ തപ്പി പലരോടും ചോദിച്ച് ടൗൺ ഏജ് സഭ കണ്ട്. അങ്ങനെ ഞാൻ ടൗൺ ഏജ് സഭയിൽ കൊല്ലത്തെ അന്ന് S. തോമസ് എന്ന് പറയുന്ന ദേവദാസനാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്, അവിടെ ആരാധനയ്ക്ക് പോകും. അപ്പം അവിടെ ആരാധനയ്ക്ക് പോകാനായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അപ്പൊ ഇവരെന്നെ തപ്പി വീണ്ടും തെക്കോട്ട് വരുമ്പോ ഞാൻ ഒരു ദിവസം ഇതേപോലെ ഞാൻ ഈ ഫൗണ്ടേഷന്റെ ചീരാന്തിമുക്കി എന്ന ഫൗണ്ടേഷന്റെ അവിടുന്ന് വണ്ടി കയറിയിട്ട് കുറച്ച് തെക്കോട്ട് പോയി നീണ്ടാരെ പള്ളിയെടുത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ കരുനാഗപ്പള്ളിക്കുള്ള വണ്ടി കയറി നേരെ കരുനാഗപ്പള്ളിയിലോട്ട് പോകും. കൊല്ലകയിലോ അല്ലെന്നുണ്ടെങ്കിൽ ചാമക്കടയുള്ള ഏജി സഭയിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ
പല സഭകളിലായിട്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെന്നെ എങ്ങനെയെങ്കിലും കൊടുക്കാനായിട്ടുള്ള പദ്ധതികളാണ് നോക്കുന്നത്. ഞാനിങ്ങനെ തെക്കോട്ട് പോയിട്ട് വടക്കോട്ടുള്ള ബസ്സിൽ കയറിയിട്ട് പോകും, അവരെന്നെ തപ്പി വടക്കോട്ടുള്ള ഭാഗത്തോട്ട് വരും, അല്ലെങ്കിൽ തെക്കോട്ടുള്ള, അങ്ങനെ പിന്നീട് പ്രതികൂലങ്ങൾ കൂടി. അപ്പോഴും ഞാൻ വിചാരിച്ച് തെക്കൻ ഭാഗത്തോട്ട് പോകാം. അങ്ങനെ അവിടുന്ന് ദളവാപുരം വഴി വള്ളത്തിന് കൂലി കൊടുത്ത് പള്ളിക്കോടിയിൽ ഇറങ്ങിയിട്ട് തെക്കും ഭാഗം സഭയിൽ അങ്ങനെ ആരാധനയ്ക്ക് കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ പല പല സഭകളിലായിട്ട് ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാര് ഈ പ്രശ്നം വെക്കാനായിട്ട് പോയി തെക്കും ഭാഗത്ത്. അവിടെ ചെന്നിട്ട് അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേക്ക് യവനിൽ കുടിയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ ഹോമം ചെയ്തു കഴിഞ്ഞാൽ മാറിക്കിട്ടും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, അവനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് പറഞ്ഞു ഈ ഹോമം ചെയ്യുന്നിടത്ത് കൊണ്ടുവരണം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കൂടിയപ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കണമെന്ന് താല്പര്യമില്ല. കാര്യം ആരും നമ്മളെ കരുതുന്നില്ല, നമ്മളെ സഹായിക്കുന്നില്ല. എല്ലാം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് ദേഷ്യപ്പെടുകയാണ്. എനിക്കങ്ങ് മാനസികമായിട്ട് ഒത്തിരി പ്രയാസം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് ബൈബിള് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല. എൻ്റെ നോട്ട് ബുക്കുകള്, ഡ്രാഫ്റ്റുകളെല്ലാം ഇവരെടുത്ത് നശിപ്പിച്ച് കളയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം ചവറയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു കംപ്ലൈന്റ് കൊടുക്കാമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചവറയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോയി. അവിടെ ചെന്നിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, SI സാറിനോട് പറഞ്ഞു, സാറേ ഞാനിതുപോലെ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ്. എനിക്ക് ആ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ വീട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. സാർ ഇടപെട്ട് വീട്ടിലുള്ളവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ്, മോനെ വീട്ടിലോട്ട് പൊയ്ക്കോ, കുഴപ്പമില്ല. അപ്പോഴദ്ദേഹം എൻ്റെ ചെറിയച്ഛനെ വിളിച്ചു, അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹത്തിനോടൊപ്പം എന്നെ വീട്ടിലോട്ട് കൂട്ടി വിട്ടു. അപ്പം അദ്ദേഹം എന്നെ കുറച്ച് ദൂരെ വിട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നീ ഇവിടെ നിന്ന് പൊയ്ക്കോ, ഒരു 10 രൂപ എടുത്ത് തന്നു വണ്ടിക്കൂലി, വീട്ടിലോട്ട് പൊയ്ക്കോ, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയാൽ പിന്നെയും പ്രശ്നം കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു വണ്ടിക്കകത്ത് കയറി അങ്ങ് തിരുവനന്തപുരത്ത് ചെന്നിറങ്ങി. എൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ ചെന്ന് പഠിച്ച് ഞാൻ അറിയുന്ന സത്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് സുവിശേഷം പറയണമെന്നുള്ള ഒരു താല്പര്യമാണ് ആ സമയത്ത്. അങ്ങനെ തിരുവനന്തപുരത്ത് തമ്പാനൂര് ചെന്നിറങ്ങി. തമ്പാനൂര് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, ഇതുപോലെ നീണ്ടകരയിൽ നിന്ന് ഞാൻ കടന്നു വരികയാണ്, ഇതേപോലെ ഏകനായിട്ട് വിശ്വാസത്തിൽ വന്നതാണ്, എനിക്ക് ഇതുപോലെ രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ സുവിശേഷം പറയണമെന്നും ജയിലിൽ ചെന്ന് ഈ തടവില് ഇരിക്കുന്നവരോടൊക്കെ സുവിശേഷം പറയണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അദ്ദേഹം വലിയ നല്ല മനസ്സുള്ള ഒരു അദ്ദേഹമായിരുന്നു, പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ പോക്കരടിക്കാനായിട്ട് പിടിച്ച് കുറെ പേരെ വെച്ചിട്ടുണ്ട്, അവരോടൊക്കെ മോനെ സുവിശേഷം പറഞ്ഞു. അപ്പൊ അവരോടൊക്കെ ഞാൻ സുവിശേഷം പറഞ്ഞു. അവർക്ക് ഞാൻ ട്രാക്റ്റുകളൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, SI സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഈ ഹോസ്പിറ്റലുകളിലൊക്കെ കടന്നു പോയിട്ട് അവരോട് സുവിശേഷം പറയണമെന്നുണ്ടെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് കടന്നു പോകുമ്പോഴത്തേക്ക് എൻ്റെ ഹൃദയത്തില് ആരോ വന്നിട്ട് പറയുകയാണ്, അവിടെ 7ാമത്തെ വാർഡില് 7ാമത്തെ ബെഡില് ശിവൻ എന്ന് പറയുന്ന ഒരു ആള് കിടപ്പുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് കടന്നു ചെന്നിട്ട് സുവിശേഷം പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ കിട്ടി. അങ്ങനെ ഞാന് ഈ ഹോസ്പിറ്റലിൽ കടന്നുപോയി. അപ്പൊ എൻ്റെ കയ്യിലുള്ള 10 രൂപ കൊണ്ട് ഞാൻ വണ്ടിക്കൂലി കൊടുത്ത അദ്ദേഹം വണ്ടിക്കൂലി എന്ന് പറഞ്ഞ ഒരു ട്രക്കിലാണ് അവിടുന്ന് പോയത്. അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി വാങ്ങിച്ചില്ല. അങ്ങനെ പിന്നെ എൻ്റെ കയ്യിലിരുന്ന പൈസ കൊണ്ട് ഞാൻ രാവിലെ നാസ്ത കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇവിടെ പോയത്. അപ്പൊ ഈ ശിവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് കടന്നു ചെന്നു. ഞാൻ ചോദിച്ച്, ചേട്ടന്റെ പേര് ശിവൻ എന്നല്ലേ? അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ആരാ, എവിടുന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, നീണ്ടകരയിൽ നിന്ന് ഞാൻ വരികയാണ്, ഞാൻ ഇതുപോലെ ഏകനായിട്ട് വിശ്വാസത്തിൽ വന്നതാ, കർത്താവ് യേശു ക്രിസ്തു എനിക്കൊരു പ്രേരണ തന്ന് നിങ്ങളുടെ അടുത്ത് കടന്നു വന്നിട്ട് സുവിശേഷം പറയണമെന്ന്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറയാനിടയായി. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വൈഫ് സാധനം മേടിച്ചുകൊണ്ട് വരുന്നു. അദ്ദേഹം അഞ്ചൽ എന്നുള്ള സ്വദേശിയാണ്. അദ്ദേഹം ഇതുപോലെ വേറെ 2-3 മാസത്തിന് മുമ്പ് ഏതോ ഒരു ദൈവദാസനെ ഉപദ്രവിക്കുവാനിടയായി. അദ്ദേഹം ഒരു കടുത്ത ഹൈന്ദവ സഹോദരൻ, അതായത് ഏതോ ഒരു ശാഖയെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സഹോദരനായിരുന്നു.
അദ്ദേഹത്തിന്റെ വൈഫൊക്കെ ആരാധനയ്ക്ക് ചർച്ചിൽ കടന്നു പോകുന്ന കാരണത്താലും ആ മോനും വൈഫും ചർച്ചിൽ പോകുമായിരുന്നു. അങ്ങനെ അവരെ എതിർത്തുകൊണ്ട് സഭയെ കടന്നു വന്ന് ദൈവദാസനെ ഉപദ്രവിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോഴത്തേക്ക് അങ്ങനെ അദ്ദേഹം 3 മാസത്തിന് മുമ്പ് അങ്ങനെ ചെയ്തത്. അപ്പൊ അദ്ദേഹം രോഗത്താൽ ബാധിതനായി ഇവിടെ കിടക്കുകയാണ്. പുള്ളിക്ക് സ്റ്റോണിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ അവിടെ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് പുള്ളി എഴുന്നേറ്റ് ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് യേശുക്രിസ്തു എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുക, ആ ദൈവം നിങ്ങളുടെ രോഗം സൗഖ്യമാക്കും, നിങ്ങൾക്ക് വിടുതൽ തരും, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവര് പറഞ്ഞു എന്നാ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് വൈഫും അദ്ദേഹവും ഒക്കെ വളരെ കരയുകയായിരുന്നു അവിടെ ഇരുന്ന്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പോയിരുന്നു. കുറെ നാളിന് ശേഷം എനിക്ക് ലെറ്റർ വന്ന് അവർ കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്ന്. അതിനുശേഷം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നേരെ തിരിച്ച് എന്റെ ആഗ്രഹം വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മൊത്തം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുമാണ്. എങ്ങനെയെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ കടന്നു പോയിട്ട് ദൈവവചനം പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ അവിടെ എല്ലാം ഇങ്ങനെ അന്വേഷിച്ചു പോവുകയാണ്. അന്ന് 17 വയസ്സ് പ്രായമേ ഉള്ളു. അങ്ങനെ ബൈബിൾ കോളേജിൽ കടന്നു പോകണമെന്ന് ആഗ്രഹത്തോടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോഴത്തേക്ക് പറ്റുന്നില്ല. അപ്പം കയ്യിലുള്ള പൈസ എല്ലാം തീർന്ന് ഞാൻ വീണ്ടും ആ പോലീസ് ഓഫീസർ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, സാറേ ഇതുപോലെ എൻ്റെ കയ്യിൽ തിരിച്ചു പോകാനായിട്ട് പൈസ എല്ലാം തീർന്നു. അദ്ദേഹം പൈസ തന്നു, ആഹാരം മേടിച്ചു തന്നു. പിന്നീട് അദ്ദേഹം ചോദിച്ച് വീട്ടിൽ പറയാതാന്നോ വന്നേ? ഞാൻ പറഞ്ഞു വീട്ടിൽ പറയാതാ വന്നേ. എന്നാ പിന്നെ അയ്യോ വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമാകത്തില്ലയോ? ഞാൻ പറഞ്ഞു ഇല്ല സാറേ, അവിടെ നിൽക്കാനായിട്ട് താല്പര്യമില്ലാത്തോണ്ട് ഞാൻ വന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ എന്റെ വീടിന്റെ അവിടെ നീണ്ടകര വെളുത്തിരുത്തിലുള്ള ആൾക്കാരെല്ലാം അയ്യോ രഞ്ജിത്ത് എവിടെയോ മിസ്സായി, അവനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ചെന്ന് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അപ്പോഴത്തേക്ക് ചവറ പോലീസ് സ്റ്റേഷനിലോട്ട് തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്, ആൾ ഇവിടെ ഉണ്ട്, ഇവിടുന്ന് വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ. അപ്പോഴത്തേക്ക് എന്റെ ചെറിയച്ഛനായിരുന്നു ചവറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിച്ചത്. അദ്ദേഹം എന്നെ പകുതി വഴിക്ക് വിട്ടെന്നുള്ള കുറ്റബോധം കൊണ്ട് പിന്നെ അദ്ദേഹം റിസ്ക് എടുത്ത് തിരുവനന്തപുരത്ത് എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം വന്ന് എന്നെ കൂട്ടി തിരിച്ച് നീണ്ടകര കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ വിട്ടു. അങ്ങനെ എന്റെ അച്ഛനും എന്റെ തൊട്ടടുത്തുള്ള ശശി എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്, അദ്ദേഹവും കൂടെ എന്നെ വീട്ടിൽ കൊണ്ടുവരാതെ വീട്ടിൽ നിന്ന് നേരെ ഈ അമ്മച്ചി വീടെന്ന് പറയുന്ന ഒരു കളക്ടറേറ്റിന്റെ അടുത്ത് ഒരു മാനസിക രോഗ ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടു ചെന്നിട്ട് ഡോക്ടർ പീതാംബരൻ സാറിനോട് പറഞ്ഞ് യവൻ ഇതുപോലെ ഞങ്ങൾ ഹിന്ദുക്കളാ, യവനിപ്പം ആമേനും സ്വോത്രം അല്ലേലും ഒക്കെ പറയുന്നത്, ക്രിസ്ത്യാനികളുടെ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് അവനെന്തോ മാനസിക രോഗമുണ്ട്, അതെല്ലാം മാറിയിട്ട് അവനെ വിട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച്. അപ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അവന് കുഴപ്പമൊന്നുമില്ല, രോഗമൊന്നുമില്ല. എൻ്റെ അടുത്ത് ചോദിച്ചെന്താ? ഞാൻ പറഞ്ഞു സാറേ ഇതുപോലെ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്ന, അസുഖത്തിൽ നിന്ന് ഒരു വിടുതൽ കർത്താവ് തന്നു, ഞാൻ അങ്ങനെ ക്രിസ്തീയ സഭയിൽ കടന്നു പോകുന്നു, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു, അത്രേ ഉള്ളു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അപ്പൊ വീട്ടുകാരപ്പൊ എൻ്റെ അച്ഛനും സഹോദരനും എല്ലാം ഇവിടെ ചെന്നിട്ട് പ്രഷർ കൊടുക്കുകയാണ്, അവന് ഹിന്ദുക്കളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വിട്ടാ മതി, അവന് സ്വോത്ര വല്യേലിയൊക്കെ മാറിയിട്ട് വിട്ടാ മതി, അവനെ ഇവിടെ ഇട്ടാരെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചിയുടെ ഹോസ്പിറ്റലിൽ അവരെന്നെ അഡ്മിറ്റ് ചെയ്ത് വെറുതെ അവരിങ്ങനെ കിടത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ദിവസം വൈകുന്നേരമോ രാവിലെയോ ഓരോ ഗുളിക കൊണ്ട് തരും ഇങ്ങനെ. അപ്പം ഞാൻ അവിടെ കിടന്നു. അപ്പം ഒരുപാട് ഈ ഭൂതബാധിതരും പലതരത്തിലുള്ള ഈ മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ടുള്ള രോഗികളായിട്ടുള്ളവരൊക്കെ കടന്നു വന്നിട്ടുണ്ട് അവിടെ. അപ്പൊ അവരോടൊക്കെ എനിക്ക് സുവിശേഷം പറയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഞാൻ അവരോടൊക്കെ പലരോടും സുവിശേഷം പറയുവാനും ഈ രോഗികളായിട്ട് കടന്നു വന്ന ബന്ധുക്കളും ഒക്കെ അവിടെ വരുവാനും അവരോടൊക്കെ സംസാരിക്കുവാനിടയായി. അപ്പൊ അവരിൽ പലരും പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയം ഞാൻ അവരോട് ചെന്നിട്ട് അവരോട് സുവിശേഷം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 10-14 ദിവസമേ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ 14 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിലുള്ള ഒരു 40-40ഓളം പേര് അതിലുള്ളതിൽ ഭൂരിഭാഗം ആൾക്കാരും അസുഖം മാറി അവിടുന്ന് ഡിസ്ചാർജ് ആയി പോയി. അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലെ ആൾക്കാർ വിളിച്ചിട്ട് എൻ്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു യവനെ അവനെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ വീട്ടിലേക്കെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു.
കൂട്ടിക്കൊണ്ട് വന്നിട്ട് അപ്പോഴ് എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ കുറച്ച് ശാഖയിലുള്ള ഈ അമ്പലത്തിലെ പോറ്റിമാരും അവരും ഒക്കെ പറയാണ് ഹോമം ചെയ്തു കഴിഞ്ഞാൽ അവന് മാറ്റം ഉണ്ടാവും. അങ്ങനെ അവനെ ഹോമം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പരിമണത്തിന് കിഴക്ക് മണ്ണാന്തറ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തില് ഹോമത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി. അന്നത്തെ കാലത്ത് 5000 രൂപ അതിന് ചെലവാ. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനും എല്ലാവരും കൂടെ ഓട്ടോറിക്ഷയ്ക്കകത്ത് എന്നെ കയറ്റി കണ്ണൊക്കെ കെട്ടി അവിടെ കൊണ്ടുപോയി. പുറത്തോട്ടെങ്ങും ആൾക്കാരുടെ അടുത്ത് സഹകരണമൊന്നുമില്ല. അവിടെ വെളുപ്പിനെ കൊണ്ടുപോയിട്ട് അവര് ഹോമകുണ്ടത്തിൽ ഇരുത്തി അവരിങ്ങനെ ഹോമമൊക്കെ ചെയ്യിച്ച് കുറെ ചരടുകൾ, ഒരുപാട് ചരടുകൾ കയ്യിലും അരയിലും കഴുത്തിലും ഒക്കെ കെട്ടി തന്നു. ഈ ചരടെല്ലാം കെട്ടിയിട്ട് അവിടുന്ന് ഒരു സൈസിലെ നെയ്യ് ഇങ്ങനെ പൂജിച്ചത്, പഞ്ചദിവ്യേന്ദ്ര നെയ്യ് എന്ന് പറയുന്ന ഒരു പൂജിച്ച നെയ്യ് തന്നു. അത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാനായിട്ട് തുറക്കുമ്പോൾ അത് മൊത്തം കെട്ടിരിക്കുന്നു, അഴുക. ഉടനെ അത് എടുത്ത് കളഞ്ഞിട്ട് വേറെ നെയ്യ് അവര് പൂജിച്ച് കൊടുത്തു വിട്ടു. അങ്ങനെ ഈ നെയ്യൊക്കെ ഇങ്ങനെ തന്ന് എന്നെ വീട്ടില് തന്നെ പാർപ്പിച്ച്, ആരുമായിട്ടും സഹകരിക്കാൻ പാടില്ല, വീട് വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെ ഞാൻ 8-10 മാസത്തോളം വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തെങ്ങും പോകാൻ പറ്റത്തില്ല. അങ്ങനെ എന്നെ വീട്ടിൽ തന്നെ ഇട്ടിരുന്നു. എനിക്ക് എല്ലാം ഞാനങ്ങ് മറന്നുപോയി. പ്രാർത്ഥന മറന്നുപോയി, സ്തോത്രം മറന്നുപോയി, ഹല്ലേലൂയ മറന്നുപോയി, കർത്താവിനെ മറന്നുപോയി. എല്ലാവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പകുതി കോമയെ കിടക്കുന്ന ഒരു വ്യക്തിയെ പോലെ, ഓട്ടിസം വന്ന കുഞ്ഞുങ്ങളെ പോലുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഇങ്ങനെ കഴിയുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കിടക്കുന്ന ചെറ്റപ്പരയുടെ അടിയിൽ ഒരു ബെഞ്ചിലാണ്. അപ്പൊ ഞാനിങ്ങനെ കിടക്കുമ്പം മേളിലോട്ട് നോക്കുമ്പം ചെറ്റയുടെ മേളിൽ നിന്ന് ഈ മേളിൽ നിന്നുള്ള അവിടുന്ന് ഒരു ചെറിയ വെട്ടം പോലെ, ടോർച്ച് ലൈറ്റ് ആരോ അടിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് മുറ്റത്തിറങ്ങി മേളിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് കണ്ടില്ല. ഞാൻ വിചാരിച്ച് ആരെങ്കിലും ടോർച്ച് ലൈറ്റ് ഇങ്ങനെ മേളിൽ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും കത്തിച്ച്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പെരപ്പുറത്തൊന്നുമില്ല. ഇല്ലാതെ ഞാൻ തിരിച്ചകത്ത് വന്ന് കയറി. പിന്നെ ഞാൻ കിടക്കുന്നിടത്ത് എന്റെ നെഞ്ചിന്റെ നേരെ ഇങ്ങനെ ഒരു വെട്ടം പോലെ വരുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് നെഞ്ചിൽ കരണ്ട് അടിക്കുന്ന പോലെ തണുപ്പ് അനുഭവപ്പെടുക. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റപ്പോഴത്തേക്ക് എവിടുന്നോ ദൂരെന്നോ ഒരു ശബ്ദം വരുന്നു. വഴിയൊരുക്കുന്നവൻ ആഴികളിൽ നിന്നുള്ള ഒരു ദൈവശബ്ദത്തിന്റെ ഒരു പാട്ട്, ഈരടികളുടെ പാട്ടാണ് വരുന്നത്. അങ്ങനെ ആ ഒരു പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ദൈവം പ്രേരണ തരിക, കർത്താവ് പ്രേരണ തരിക, മകനെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഞാൻ വിചാരിച്ച റേഡിയോ കൂടെ ആരെങ്കിലും സംസാരിക്കുകയെന്നോ, ഇവിടുന്നോ ഇങ്ങനെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്ന പോലുള്ള ഒരു ശബ്ദം. പെട്ടെന്ന് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് തൊട്ടടുത്ത ഒരു വീട് പണി നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി. അവിടെ പോയിരുന്ന് ഞാൻ ഒരു 1.5 മണിക്കൂറോളം കരഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി, മുട്ടുകുത്തി. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് 1.5 മണിക്കൂറോളം ഞാൻ പറഞ്ഞ, കർത്താവേ എന്നെ രക്ഷിക്കണമേ, എന്നെ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവ് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു വലിയ സമാധാനം കിട്ടി. മറ്റേത് ഞാൻ അതുവരെയും ആൾക്കാരൊക്കെ എന്നെ കാണുന്ന ഒരു രോഗമുള്ള ഒരു വ്യക്തിയെ പോലെ, ഏതാണ്ട് ഒരു മാനസികരോഗിയെ പോലെ ആയിരുന്നു എന്നെ കണ്ടുകൊണ്ടിരുന്നത് അവിടെയുള്ള അയൽക്കാരൊക്കെ. അപ്പൊ എന്റെ ഭവനത്തിൽ വരുന്ന ജ്യേഷ്ഠ സഹോദരന്റെ ബന്ധുക്കൾ, അവരുടെ ബന്ധുക്കളും ഒക്കെ വരുമ്പോഴെല്ലാം എന്നെ ഒരു രോഗിയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ആരും എൻ്റെ അടുത്ത് വരത്തില്ല, സഹകരിക്കത്തില്ല, സംസാരിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവമായിരുന്നു. സഭയുമായിട്ട് ഏകദേശം 10 മാസത്തോളം യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു പുതിയ അനുഭവം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ പിറ്റേ ആഴ്ച തൊട്ട് എനിക്ക് ആരാധനയ്ക്ക് കടന്നു പോകാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നു. അങ്ങനെ അവരതങ്ങ് മറക്കവിട്ട്, അവരറിയാതെ ഒളിച്ചും പാത്തും ഞാൻ ഇങ്ങനെ ആരാധനയ്ക്ക് കടന്നുപോയി. അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പം മോട്ടോർ സൈക്കിളിന്റെ പണി പഠിക്കണമെന്ന് ഒരു വർഷത്തിന് മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ 1998 ലാസ്റ്റിലാണ് ഈ ദൈവം ഒരു മടങ്ങിവരവ് തന്നത്. അങ്ങനെ 99 ജനുവരി മാസം തൊട്ട് എനിക്ക് ഈ വെറ്റമുക്കില് സദം മേശിരി എന്ന് പറയുന്ന ബുള്ളറ്റിന്റെ മാത്രം റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു മേശിരിയാണ്. ബുള്ളറ്റ് മാത്രമേ അവിടെ പണിയത്തുള്ളൂ. അദ്ദേഹത്തിനടുത്ത് ചെന്ന് പണി പഠിക്കുവാനായിട്ട്, മോട്ടോർ സൈക്കിളിന്റെ പണി പഠിക്കാൻ ആഗ്രഹമായിരുന്നു. അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അങ്ങനെ അവിടെ പണി പഠിക്കാനായിട്ട് കടന്നു പോകുന്ന കൂട്ടത്തില് ഞാൻ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയും ആരാധനയ്ക്ക് കടന്നു പോകാനുള്ള ഭാഗ്യം ഉണ്ടായി.
അങ്ങനെ വീട്ടിൽ ആരും അറിയാതെ ഒളിച്ചും പാത്തും ഞാൻ ആരാധനയ്ക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്റെ അച്ഛൻ എന്നെ തിരക്കി. ഞായറാഴ്ച ദിവസം ഞാൻ വീട്ടിൽ പറയും ഇതുപോലെ വർക്ക്ഷോപ്പിൽ ജോലി ഉണ്ടെന്ന്. അദ്ദേഹം ഒരു ദിവസം ഞാൻ വർക്ക്ഷോപ്പിൽ തന്നെ ആണോ പോന്നോന്ന് അറിയാനായിട്ട് തിരിച്ച് വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലുണ്ട്. അന്നത്തെ ദിവസം ഭാഗ്യത്തിന് എന്തായാലും ഞാൻ വർക്ക്ഷോപ്പിലുണ്ട്. അങ്ങനെ തിരിച്ച് അദ്ദേഹം ഒന്ന് പോയി. വീണ്ടും അദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയ കരിക്കിന്റെ ബിസിനസ് ഒക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പണി പഠിക്കും. അവിടെ രാവിലെ വന്നിട്ട് രാത്രി 8 മണിയാവും അവിടുന്ന് തിരിച്ച്. അപ്പൊ നീണ്ടകരയിൽ വെറ്റമുക്ക് വരെ 2 ബസ് കയറിയാ വരുന്നത്. അങ്ങനെ ഒരു 3.5 വർഷത്തോളം അവിടെ ജോലി പഠിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. നല്ല മനുഷ്യരാണ്. അവിടെ രാജമേശ്വരി, സതമേശ്വരി അവരൊക്കെ വളരെ വിശ്വസ്തയോടെ അവിടെ നിൽക്കുവാനായിട്ട് ഇടയായി. നല്ലതുപോലെ പണി പഠിക്കുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ അവിടെ പണി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾക്ക് ചെറ്റപ്പര ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഈ ചെറ്റപ്പര മാറി ഞങ്ങൾക്കൊരു ഭവനം കിട്ടണമെന്ന് ഒരു വീട് എല്ലാവരും അയലത്തൊക്കെ ഓരോരുത്തർക്കൊക്കെ ഈ ഗവൺമെന്റിൽ നിന്ന് വീട് ലഭിച്ചായിരുന്നു. മുഖ്യമന്ത്രി നയനാരായിരിക്കുന്ന സമയത്ത് ഈ ജനകീയ ആസൂത്രണം വഴിയുള്ള ഒരു വീടിന്റെ ലോണുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ആദ്യമേ 2 അപേക്ഷ കൊടുത്ത് അത് തിരസ്കരിച്ചു. കാര്യം 4 പേര് വീട്ടിൽ ജോലിക്കാരുള്ളിടത്ത് ആൺമക്കളുള്ളിടത്ത് ആരും കൊടുക്കത്തില്ല. അങ്ങനെ 3 പേരുള്ളിടത്ത് കൊടുക്കത്തില്ല, മറ്റു ബിസിനസ് ഉള്ളവർക്ക് കൊടുക്കത്തില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാ നിലയിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസമാണ്. ഒരു ഭവനം വേണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ കിട്ടത്തില്ല. മഴ പെയ്യുമ്പോഴൊക്കെ പെരയ്ക്കകത്തൊക്കെ വെള്ളം വന്ന് വീണിട്ട് ഞങ്ങൾ എല്ലാവരുടെ ബെഞ്ചെ കുത്തിയിരിക്കും. അങ്ങനെ അന്നത്തെ കാലത്ത്. പിന്നീട് ഞങ്ങൾ കറുത്ത ടാർപ്പാളി മേടിച്ചുകൊണ്ട് വന്ന് 1 കൊല്ലത്തേക്ക് മേയാൻ പറ്റാത്തതുകൊണ്ട് 1 കൊല്ലത്തേക്ക് ടാർപ്പാളി മേടിച്ചിടും. പിറ്റേ വർഷം ആ ടാർപ്പാളി മാറ്റിയിട്ട് പിന്നെയും മേയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് അപേക്ഷ 2 പ്രാവശ്യം പഞ്ചായത്തിൽ കൊടുത്തിട്ട് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു അപേക്ഷ എഴുതിയിട്ട് ആദ്യമേ ഇത് കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് കൊടുത്ത്. അങ്ങനെ ജോൺസൺ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരനും ഞാനും തുളസിബായി അമ്മച്ചിയുണ്ട്. അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചിട്ട് ആ ഒരു അപേക്ഷ തിരിച്ചു കൊണ്ട് പഞ്ചായത്തിൽ കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കൊടുത്ത അപേക്ഷ അത് പാസ്സായി. അങ്ങനെ ഞങ്ങൾക്ക് ലോൺ അനുവദിച്ചു. പ്രൈസ് ലോർഡ്. അങ്ങനെ വീട് ഞങ്ങൾക്ക് വെക്കുവാനായിട്ടുള്ള ഭാഗ്യമുണ്ടായി. ഞങ്ങൾ എല്ലാവരുടെ കഷ്ടപ്പെട്ട് അവിടെ അപ്പോഴത്തേക്ക് കട്ടയും മണലും എല്ലാം ഇറക്കി അവിടെ ഒരു വീട് വെക്കുവാനിടയായി വെളുത്തുരുത്തില്. അങ്ങനെ വീട് വെച്ച് ആ വീട് 3 മുറിയും അടുക്കളയും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു കൊച്ചു ഭവനം വെക്കുവാനിടയായി. പിന്നെ എന്തായാലും മഴ പെയ്താൽ നനയത്തില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെയും ഞാനിങ്ങനെ ഒളിച്ചും പാത്തും ആരാധനയ്ക്ക് കടന്നു പോകുന്നെന്നുള്ള കാര്യം വീട്ടിൽ എങ്ങനെയോ അറിഞ്ഞ്. അങ്ങനെ അറിഞ്ഞ സാഹചര്യത്തില് എന്റെ ജ്യേഷ്ഠ സഹോദരൻ വീണ്ടും എന്നെ പിന്തുടർന്ന് ആക്രമിക്കുവാനായിട്ട് അവരുടെ കൂട്ടുകാരെ ഓരോരുത്തരെ വിടുവാനിടയായി. അവരെന്നെ തപ്പി കൊല്ലം ഏജി സഭയിലും കാവനാട് സഭകളിലും നല്ലെഴുത്തുമുക്ക് സഭകളിലൊക്കെ വരും. അവരോരോ ദിവസവും വരുന്നിടത്ത് ഞാൻ മറ്റുള്ള വഴിയെ വേറെ സഭകളിലോട്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു സ്നാനപ്പെടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നിത്യത എവിടെ പോകുമെന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മോനെ ഇപ്പൊ നീ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ മുടങ്ങാതെ കൂട്ടായ്മയ്ക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് മോന് സ്വന്തമായിട്ട് നിനക്ക് എവിടെങ്കിലും ഒരു നിലയിൽ എത്തിയിട്ട് സ്നാനപ്പെട്ടാൽ പോരെ, ആരാധന മുടക്കാതൊക്കെ ഉള്ള ഒരു സാഹചര്യം കിട്ടുമ്പോൾ മതിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, എനിക്ക് എങ്ങനെയെങ്കിലും സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാന് വർക്ക്ഷോപ്പില് പണി പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് സാജു എന്ന് പറയുന്ന കൊല്ലകയുള്ള ഒരു അച്ചായൻ പൂനെയില് ഒരു ഗ്യാരേജ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരിക്കല് നാട്ടില് അവധിക്ക് വന്ന് അദ്ദേഹത്തെ ഞാൻ ചോദിച്ചു എവിടെയാണ്. എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം 1983 പൂനെ വരുന്നത്. ഈ വെറ്റമുക്കില് ബുള്ളറ്റ് വർക്ക്ഷോപ്പിലാണ് അദ്ദേഹവും പണി പഠിച്ചത്.
അദ്ദേഹം ഇവിടെ വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നത് അറിഞ്ഞപ്പോ എനിക്കൊരു ആഗ്രഹം, ദൈവമേ പൂനെയിലെങ്ങാനും കടന്നു പോകാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റുമല്ലോ, പ്രതികൂലങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. അങ്ങനെ അന്ന് തൊട്ടേ ഞാനിങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ ഒരു സഹോദരനുണ്ട്, ബന്ധുവായിരിക്കുന്ന സുനിൽ എന്ന് പറയുന്ന ഒരു സാറിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ വാങ്ങിച്ചു. അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞ് ഇവിടെ വേക്കൻസി ഒന്നുമില്ല പൂനെയിലേക്ക് വേക്കൻസി ഉള്ളപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവെ എങ്ങനെയെങ്കിലും എന്നെ പൂനെ കൊണ്ടുപോകണം, എനിക്ക് പൂനെയിൽ കടന്നു പോയാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോൾ മോട്ടോർ സൈക്കിളിന്റെ ലൈസൻസിന് ഞാൻ അപേക്ഷിച്ചു. ആ ലൈസൻസ് ഒക്കെ കിട്ടി. ആ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. അതിന്റെ കിട്ടുന്ന വെയിറ്റിംഗിൽ ഞാൻ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് സ്നാനപ്പെടുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം എന്റെ കൂടെ സ്നാനത്തിന് ഒരുങ്ങി നിൽക്കുന്ന സജു ഡോക്ടർ എന്ന് പറയുന്ന ഒരു അങ്കിളുണ്ട്. അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട ഒരു ഹോസ്പിറ്റലാണ്, ജില്ലാ ഹോസ്പിറ്റലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹവും എന്റെ കൂടെ കുടുംബമായിട്ട് സ്നാനപ്പെടുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്റെ സ്നാനം നടക്കുവാനായിട്ടുള്ള പ്ലാനിങ് എല്ലാം ചെയ്തു. അപ്പം വീട്ടിൽ അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണല്ലോ വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പൊ വീട്ടിൽ അറിയാൻ പാടില്ല. അപ്പൊ ഒരേ കളറിലുള്ള ജ്യേഷ്ഠന്റെ എന്റെ ഷർട്ടും പാൻറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ജോഡി ഡ്രസ്സ് കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് എടുത്ത് സബാസ്റ്റ്യൻ അപ്പച്ചൻ എന്ന് പറയുന്ന കൊല്ലം ടൗൺ ഏജിയിൽ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു അപ്പച്ചന്റെ വീട്ടിൽ ഞാൻ ഇത് കൊണ്ടുവന്ന് വെച്ചു വെള്ളിയാഴ്ച ദിവസം. എന്നിട്ട് ശനിയാഴ്ച ക്ലാസ്സിന് ചെന്ന് അറ്റൻഡ് ചെയ്തു. അപ്പൊ ഞായറാഴ്ചയാണ് സ്നാനം നടക്കുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഞാൻ അത് അവിടെ ഡ്രസ്സ് അവിടെ കൊണ്ടുവച്ചു. പെട്ടെന്ന് അപ്പച്ചന് രാത്രി അറ്റാക്ക് വന്ന് അദ്ദേഹം ബെൻസിയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പെട്ടെന്ന് ഞാൻ എങ്ങനെയും ആ ഡ്രസ്സ് മേടിക്കണമല്ലോ. അപ്പച്ചനെ മോളെ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് ആ ഡ്രസ്സ് വാങ്ങിച്ച് ആ ഡ്രസ്സ് കൊണ്ടുവന്ന് കൊല്ലം ടൗൺ ഏജിൽ കൊണ്ടുവന്ന് വെച്ചു പാർസനേജിൽ. അമ്മാമ്മയോട് പറഞ്ഞു, എസ് തോമസ് പാർഷ അമ്മാമ്മയാണ്. അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മ ഡ്രസ്സ് ഇവിടെ ഇരിക്കട്ടെ, രാവിലെ ഞാൻ ആരാധനയ്ക്ക് സ്നാനത്തിന് വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ പിറ്റേന്ന് ഞായറാഴ്ച ദിവസം അതിരാവിലെ ഞാൻ സ്നാനത്തിനായിട്ട് കടന്നു വരികയാണ്. സ്നാനത്തിനായിട്ട് കടന്നു വരുമ്പോഴത്തേക്ക് ആ അമ്മാമ്മയുടെ പപ്പ മരിച്ചുപോയി വെളുപ്പിനെ 4 മണിക്ക്. ഈ സ്നാനം നടത്താനിരുന്ന പാസ്റ്ററിന്റെ ഫാദറിൻലോ മരിച്ച്. അങ്ങനെ അവരെല്ലാം കൂടെ അടക്കത്തിനായിട്ട് അങ്ങനെ ആ ഭവനത്തിലോട്ട് പോകുവാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അന്നത്തെ ദിവസം ആരാധനയ്ക്ക് ആ ദേവദാസൻ കൂടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെയുള്ള അന്തരീക്ഷം എല്ലാം ആകെപ്പാടെ മൊത്തത്തിലൊരു വല്ലാത്തൊരു അവസ്ഥയായി. എനിക്കും വലിയ വിഷമമായി. ദൈവമേ, ഞാൻ ഒത്തിരി നാൾ ആഗ്രഹിച്ചിട്ട് സ്നാനപ്പെടുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ അന്നേരം എസ് തോമസ് പാഷങ്കളോട് പറഞ്ഞ്, പാഷങ്കളെ ഇന്ന് സ്നാനം നടന്നില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഞാൻ വലിയ ആഗ്രഹത്തോടാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ മകനെ ഞാൻ ആ ഡോക്ടർ അങ്കിളിനോടൊന്ന് വിളിച്ചു നോക്കട്ടെ, ഡോക്ടറിനെ കൂടെ വിളിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ സജി ഡോക്ടറെ പാസ്റ്റർ വിളിച്ചു. അപ്പൊ അദ്ദേഹം വരാൻ താല്പര്യപ്പെട്ടു. അദ്ദേഹം പെട്ടെന്ന് വന്നു. അപ്പൊ ഞാനും സജി ഡോക്ടറും കൂടെയാണ് അവിടെ. അദ്ദേഹം ആ മരുഭു വീട്ടിൽ പോകാൻ നിൽക്കുന്ന അതേ ഡ്രസ്സിൽ തന്നെ പെട്ടെന്ന് തന്നെ സ്നാനം അവിടെ നടത്തുവാനിടയായി. അങ്ങനെ ഞങ്ങളെ സ്നാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. പിന്നീട് അവിടെ ആരാധനയൊക്കെ കൂടിയിട്ട് പിറ്റേന്ന് ഞാൻ അന്നത്തെ ദിവസം തിരിച്ചു വന്നു. പിറ്റേ ആഴ്ച എനിക്ക് പെട്ടെന്ന് തന്നെ കോട്ടയത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഒരുങ്ങി. കാര്യം പൂനെയിലേക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നടന്നില്ല. എന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും വീട് വിട്ട് ദൂരെ എവിടെങ്കിലും കടന്നുപോയി കർത്താവിനെ ആരാധിക്കുകയും ഒരു ചെറിയ ജോലിയും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ ഈ കോട്ടയത്തേക്ക് കടന്നു വരുവാനിടയായി. കോട്ടയത്ത് ഞാൻ അന്ന് കടന്നു ചെല്ലുന്ന 2002 ജനുവരി മാസത്തിലാണ്. അപ്പം കോട്ടയത്ത് ഞാനിങ്ങനെ കടന്നു ചെല്ലുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ മാഗ്നറ്റിന്റെ ബെൽറ്റ് ഒക്കെ വിൽക്കുന്ന ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് അത് 2 ദിവസം ഇങ്ങനെ ചുമ്മിക്കൊണ്ട് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോയിട്ടും ആരും വാങ്ങിക്കുന്നില്ല. അങ്ങനെ അതെല്ലാം അവിടെ തിരിച്ചു കൊടുത്തു. അവിടെ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ അവിടെ ആയിരിക്കുന്ന കോട്ടയം നാഗമ്പട മൈതാനത്തിന് തൊട്ടടുത്തുള്ള ജോൺസൺ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട് AG സഭയുടെ. ആ ജോൺസൺ പാഷ കാണുവാനിടയായി. അദ്ദേഹത്തോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, പാഷ ഇതുപോലെ ഞാൻ ഏകനായിട്ട് വിശ്വാസത്തിൽ വന്നതാണ്, എനിക്കിതുവരെയും ജോലിയൊന്നും ശരിയായില്ല.
എൻ്റെ അടുത്ത് ചോദിച്ചു എന്തൊക്കെ തൊഴിൽ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ബുള്ളറ്റിന്റെ പണി അറിയാം, പിന്നെ ഇലക്ട്രിക്കലിന്റെ വർക്ക് പഠിച്ചിട്ടുണ്ട്, അതറിയാം, പിന്നെ മറ്റു കൂലിപ്പണി എന്തെങ്കിലും കിട്ടിയാൽ അതും ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് ബേക്കറിയിൽ, ഇവിടെ അടുത്തൊരു ബേക്കറിയിൽ വിറക് കീറാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് പണിയും ചെയ്യാന്ന് പറഞ്ഞു. അദ്ദേഹം വിളിച്ചു ചോദിച്ചിട്ട് വിറക് കീറേണ്ട വീട്ടിലേക്ക് വിളിച്ചപ്പം, ആ ബേക്കറിയിലേക്ക് വിളിച്ചപ്പം അവര് പറഞ്ഞു അവിടെ ആളിനെ എടുത്തു പോയി, ഇപ്പം ആവശ്യമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്നാ മോനൊരു കാര്യം ചെയ്യ്, പോയിട്ട് നാളെ വാ, ഞാൻ എവിടെങ്കിലും അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാഹചര്യം നടക്കുമ്പോഴും കോട്ടയത്ത് നാഗമ്പട മൈതാനത്തിൽ കൺവെൻഷൻ നടക്കുകയാണ്. AG സഭയുടെ നേതൃത്വത്തിലുള്ള കൺവെൻഷൻ നടക്കുകയാണ്. അപ്പം ഞാൻ പിറ്റേന്ന് രാവിലെ ഇഞ്ഞ് വന്നു. ഞാൻ പറഞ്ഞു വർഷങ്ങളെ എൻ്റെ ഈ കാശൊന്നുമില്ല, വിശക്കുന്നുണ്ട്, ആഹാരം കഴിച്ചില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ വിഷമിക്കണ്ട, ഉച്ചയ്ക്കുള്ള ആഹാരം ഇവിടെ കൺവെൻഷൻ നടക്കുന്നുണ്ട്, പാട്ടുകാർക്കും ദേവദാസന്മാർക്കും എല്ലാം ഫുഡ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, ഇവിടെ വന്ന് ഭക്ഷിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് രാവിലെ ഉച്ചയ്ക്കും ഒക്കെ ആഹാരം കഴിച്ചു. വൈകിട്ട് ഞാൻ അങ്ങ് തിരിച്ച് ഈ മാഗ്നറ്റിന്റെ ജോലി കിട്ടിയെന്ന് പറഞ്ഞ കമ്പനിയിൽ പോകും. അപ്പൊ അവിടെ നിന്നിട്ടൊന്നും ജോലി ശരിയാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ ദേവദാസനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പാർഷങ്ങളെ എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കണം, എനിക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലി പോലും ഇല്ല, കൊല്ലത്തുനിന്ന് കോട്ടയത്ത് വന്നതാണ്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇവിടെ ഒരു കുട്ടപ്പച്ചാൻ എന്ന് പറയുന്ന ഈ കോട്ടയം നാഗം നമ്മുടെ ഈ ബാങ്ക് പഠിക്കല്, അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ബാങ്ക് പഠിക്കല് കുട്ടപ്പച്ചാനുണ്ട്, കുട്ടപ്പച്ചാനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. കുട്ടപ്പച്ചാനെ വിളിച്ച് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഒരു ആളിന്റെ ആവശ്യമുണ്ട്, അവിടെ ഈ പശുവിനെയൊക്കെ ഒന്ന് കറക്കണം, പിന്നെ പശുവിന് പുല്ലൊക്കെ എടുത്തു കൊടുക്കണം, പിന്നെ അതിന്റെ എഴുത്തിലൊക്കെ ഒന്ന് കഴുകി അതിനെ കുളിപ്പിച്ച്, പിന്നെ അവർക്ക് ഈ റബ്ബറിന്റെ ഷീറ്റൊക്കെ ഉള്ള കടയുണ്ട്, അവിടെയൊക്കെ സാധനം എടുക്കാനും കൊടുക്കാനും ഒക്കെ ഒരാളിനെ വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ ദേവദാസൻ, ഈ ജോൺസൺ എന്ന് പറഞ്ഞ AG-യിലായിരുന്ന ദേവദാസൻ എനിക്ക് വണ്ടിക്കൂലിയും തന്ന് അഡ്രസ്സും തന്ന് ഈ കുട്ടപ്പച്ചാന്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ട്. അപ്പോഴെന്റെ കയ്യിൽ 2 ജോഡി ഡ്രസ്സും ഒരു ചെറിയ പെട്ടിയുണ്ട്. അങ്ങനെ ഈ ബാങ്ക് പഠിക്കലുള്ള കുട്ടപ്പച്ചാന്റെ വീട്ടിൽ വരുവാനിടയായി. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോഴത്തേക്ക് ഞാന് അവിടുത്തെ ഉള്ള ജോലികളൊക്കെ ചെയ്ത് അയ്യത്തുനിന്ന് പുല്ലൊക്കെ ചെത്തിക്കൊണ്ടുവരണം. അവരെ കടയുണ്ട്, കടയിൽ പോയി എൻ്റെ അടുത്ത് ചോദിച്ച് ഈ റബ്ബർ ഷീറ്റ് ഒട്ടുപാലും ഒക്കെ എടുക്കുന്ന ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ തൂക്കമൊക്കെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയത്തില്ല, അതൊക്കെ ഈ പെട്ടിത്രാസിനകത്തുള്ള എല്ലാം കാണിച്ചു തന്നു. അങ്ങനെ അതെല്ലാം ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ച് എങ്ങനെയാ വിശ്വാസത്തിൽ വന്നേ. ഞാൻ എൻ്റെ സാക്ഷ്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് അപ്പച്ചാ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, അപ്പച്ചൻ എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ പഠിപ്പിക്കാം, പിന്നെ മോനെ അതിന് വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ വേണം, മോനെ അതിനുള്ള ഒരുക്കത്തോടെ ആയിരിക്കുന്നെങ്കിൽ കുഴപ്പമില്ല പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഭവനത്തിലേക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഫോൺ ചെയ്തപ്പം എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടാ ഇവിടെ ചെറിയൊരു ജോലി കിട്ടി. അപ്പൊ എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരന് ഭയങ്കര സംശയം, ഞാൻ ഇനി വല്ല ചർച്ചിലാവോ ബൈബിൾ കോളേജിൽ അങ്ങനെ കയറിയതാണോ ഇല്ലയോ എന്നറിയാൻ. അദ്ദേഹം ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞ അവിടെങ്ങാനും വല്ല ചർച്ചിലെങ്ങാനും നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വന്ന് അവിടെ ഉള്ളവരെ അടിക്കും, നിങ്ങളെയും വെട്ടി ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ജോലിയിലാ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ലൈസൻസ് ചെന്ന് വാങ്ങിക്കേണ്ട ഡേറ്റ് ആയി. അപ്പം കോട്ടയത്ത് നിന്ന് ഞാൻ ട്രെയിനകത്ത് കൊല്ലത്ത് വന്ന് ഇറങ്ങിയിട്ട് കൊല്ലത്ത് നിന്ന് കരുനാഗപ്പള്ളി വന്ന് ലൈസൻസ് വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ കോട്ടയത്ത് ചെന്ന്. അങ്ങനെ കോട്ടയത്ത് ചെന്ന് അവിടെ വീട്ടിൽ ജോലി. അപ്പൊ ഡെയിലി എനിക്ക് കിട്ടുന്നത് 30 രൂപയാണ് ശമ്പളം. അങ്ങനെ ആ 30 രൂപ ശമ്പളത്തിൽ ഞാൻ അവിടെ കുറെ നാൾ ജോലി ചെയ്തിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അപ്പച്ചൻ പറഞ്ഞ് അവരുടെ വയലില് നെല്ല് കൊയ്ത് കറ്റയെല്ലാം ഞാൻ അടുക്കി വെച്ചിരിക്കുന്നു, അപ്പൊ അത് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട് അതിന് പോയി കാവല് കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അപ്പച്ച പോവാന്ന്. അങ്ങനെ രാത്രിയിൽ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ ആയിട്ട് എമർജൻസി ലാമ്പും ബൈബിളും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ കടന്നുപോയി ആ വയലിൽ ഇങ്ങനെ കാവല് കിടക്കുകയാണ്.
അപ്പൊ ഞാൻ ദൈവത്തോട് അന്ന് രാത്രി പ്രാർത്ഥിച്ചത്, കർത്താവെ, എന്നെ ദൈവം കണ്ട് എന്നെ വിളിച്ച് വേർതിരിച്ചു. ഞാൻ പൂനെയിലേക്ക് കടന്നു പോകുന്നത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ പൂനെക്ക് വേണ്ടിയിട്ട് പൂനെയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ജോലി കിട്ടാനായിട്ട്. ഞാൻ പഠിച്ച തൊഴിലും അതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാനിപ്പോ പശുവിനെ കുളിപ്പിക്കുകയും അതിനെ കറക്കുകയും വീട്ടുജോലികളൊക്കെ ചെയ്യുകയും പാത്രം കഴുകുകയും തുണി കഴുകുകയും ഒക്കെ കൊടുക്കുകയാണ്. ഞാനൊരു സെർവന്റിന്റെ ജോലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് എനിക്കൊരു വിടുതലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഓരോരോ ചലഞ്ചുകൾ ചെയ്യുക, ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുക. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാം, കർത്താവേ, ഞാന് പൂനെയിലോട്ട് കടന്നു പോകാൻ ദൈവഹിതമാണെങ്കിൽ ഞാൻ ഈ ഇരിക്കുന്ന വയലിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് ഒരു നക്ഷത്രം വടക്കേ ഭാഗത്തേക്ക് ഓടി മറയുന്നതായിട്ട് എനിക്കൊരു അടയാളം കാണിക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മേളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു നക്ഷത്രം ഇങ്ങനെ വടക്കോട്ട് ഓടി മറയുകയാണ്. ഓടി മറഞ്ഞങ്ങ് പോയി. അതെന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ എടുത്തു. ഒരു ഉറപ്പായിട്ട് ദൈവം എന്നെ വിളിച്ചതും പൂനെയിലോട്ട് പോകുന്ന ദൈവഹിതമാണെന്നുള്ള ഒരു ഉറപ്പിക്കല്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭയില് കോട്ടയത്തായിരിക്കുന്ന AG സഭയിൽ ഞാൻ ആരാനിക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മകനെ, ദൈവഹിതമല്ലെങ്കിൽ അങ്ങോട്ട് പോകരുത്, അവിടെ തകർച്ച ഉണ്ടാകും. നീ പ്രാർത്ഥിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചു, ദൈവം നിന്നോട് പറയുകയാണെങ്കിൽ മാത്രം പൂനെയിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതെന്റെ മനസ്സിൽ ഇങ്ങനെ വിഷമമായിട്ട് ഇങ്ങനെ കടന്നു. അപ്പൊ ഇതിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ഒരു നക്ഷത്രം ഇങ്ങനെ വടക്കോട്ട് ഓടി പോകുന്നതായിട്ട് കണ്ട്. അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത് വിശ്വസിച്ചു, ദൈവം എന്നെ പൂനെയിലോട്ട് കൊണ്ടുപോകാനുള്ളതായിരിക്കും. ഇനി നടക്കേണ്ടത് പൂനെ കടന്നു വരുവാനായിട്ട് നമുക്ക് അനുവാദം കിട്ടണം. പൂനെയിലായിരിക്കുന്ന ഈ ഞാൻ വർക്ക്ഷോപ്പിൽ ജോലി പഠിച്ചെടുത്തതെന്ന് പണി പഠിച്ച ഈ കൊല്ലകയിലുള്ള സാജു എന്ന് പറയുന്ന ഒരു അച്ചായൻ ഇവിടെ വർക്ക്ഷോപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദിവസങ്ങളിൽ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ദിവസം മെയ് മാസം 14-ാം തീയതി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, കേറിപ്പോരെ പൂനെയില്, കൊല്ലത്തുനിന്ന് ട്രെയിനുണ്ട്, ഇവിടെ വന്ന് ഇറങ്ങുമ്പം ഞാൻ ഏത് ദിവസം കയറുന്നതെന്നുള്ളത് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ഫോൺ നമ്പരും ഇവിടുത്തെ അഡ്രസ്സും മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം എനിക്ക് ഭാഷ അറിയത്തില്ല പൂനെയിൽ കടന്നു വരാൻ. അങ്ങനെ അനുവാദം കിട്ടിക്കഴിയുമ്പോൾ വലിയ സന്തോഷമായി. ഞാൻ തിരിച്ച് നീണ്ടകരയിൽ എൻ്റെ ഭവനത്തിൽ വന്ന് മൂത്ത ജ്യേഷ്ഠ സഹോദരൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ വാങ്ങിച്ചിട്ട് ഞാനിതുപോലെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനിതുപോലെ പൂനെക്ക് പോവുക, അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്, അദ്ദേഹം അവിടെ എന്നെ ജോലിക്കായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ അച്ഛൻ പറഞ്ഞു, മോനെ, നിനക്ക് ഭാഷ അറിയത്തില്ലല്ലോ, ഒരു കാര്യം ചെയ്യ്, ഞാനിവിടെ നിന്നെ കൊണ്ടുവിടാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പൂനെയിലോട്ട് വരാനായിട്ട് കൊല്ലത്ത് നിന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കുമ്പോൾ അച്ഛന് പണ്ട്, അതായത് 1976 മുമ്പ് റെയിൽവേയിൽ പുള്ളി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ഭാഷകൾ അറിയാം. ഏകദേശം 8ഓളം ഭാഷകൾ അദ്ദേഹത്തിന് അറിയാം, ഹിന്ദി, ഒഡിയ, മറ്റു ഭാഷകളൊക്കെ. അങ്ങനെ അദ്ദേഹം എന്നെ കൊല്ലത്ത് ടിക്കറ്റ് എടുത്ത് ഞങ്ങള് പൂനെ വന്നിറങ്ങി. അപ്പൊ പൂനെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് എന്നെ പൂനെ സ്റ്റേഷനിൽ വിളിക്കാൻ വരുന്നത് ബിജു തങ്കച്ചൻ എന്ന് പറയുന്ന തേരകാവ് ദൈവസഭയുടെ, ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ ഒരു ദൈവദാസനും ഈ സാജു എന്ന് പറയുന്ന അച്ചാനുമാണ്. ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എൻ്റെ ചിന്ത, എങ്ങനെയെങ്കിലും ഇവിടെ ആരാധന എവിടെ നടക്കുന്നെന്നുള്ള ചർച്ച് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ ഈ സാജു അച്ചാന്റെ മോൻ സജയോട് ഞാൻ ചോദിച്ചു, മോനെ, ഇവിടെ എവിടെയെങ്കിലും ചർച്ച ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്ത് ചർച്ച അച്ചാച്ചാ, എന്ത് ചർച്ച എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെന്തക്കോസ്തി ചർച്ച ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. എന്റെ മോൻ പറയാ, അച്ഛാ, ഇവിടെ അച്ചാച്ചാ മേളില് ഈ ഗ്യാരേജ് താഴെ മേളില് ആരാധന നടക്കുന്നത്, അവിടെ ഒരു പാസ്റ്ററാണ് ആരാധന നടത്തുന്നത്, പെന്തക്കോസ്ത് പാസ്റ്ററാണ്, നാട്ടില് കൊല്ലത്തുള്ളയാണ്. എനിക്ക് വലിയ സന്തോഷമായി. ഞാന് വിചാരിച്ച്, ദൈവമേ, ഒത്തിരി ദൂരമായിരിക്കുമല്ലോ ചർച്ചൊക്കെ. അപ്പൊ ഞാനും ചെയ്യുന്നത് താഴെയും, താമസമൊക്കെ താഴെയാണ്. ആ ബിൽഡിങ്ങിന്റെ മുകളില് 2 റൂം വലുതായിട്ട് പണിത് ചർച്ച് ഹോളിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഈ സാജോ എന്ന് പറഞ്ഞ അച്ഛൻ. അങ്ങനെ ഈ സജു അച്ഛൻ അവിടെ ചർച്ച ആരാധനയ്ക്ക് കൊടുത്തിരിക്കുന്ന പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. അപ്പം എൻ്റെ അച്ഛനെ വിളിച്ച്
ഇവിടെ എല്ലാം അദ്ദേഹം പുതുതായിട്ട് പണിത വീടും ഈ ഗ്യാരേജും കാര്യങ്ങളും എല്ലാം കാണിക്കാനായിട്ട് കൊണ്ടുപോയിട്ട് അദ്ദേഹം എന്റെ അച്ഛനോട് പറഞ്ഞു, ആ അച്ഛാ ഇവിടെ ഒരു പാസ്റ്ററാണ് താമസിക്കുന്നത്, ഇവിടെ ആരാധനയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്റെ അച്ഛന് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം വലിയ സന്തോഷത്തോടെ ഇരുന്നതാ ഞാനിവിടെ ജോലി കിട്ടി പണിക്ക് വന്നല്ലോ എന്നുള്ളത്. പെട്ടെന്ന് ഇറങ്ങി താഴെ വന്നിട്ട് എന്നെ ഒത്തിരി തെറി പറഞ്ഞു. ശരിയാവത്തില്ല, ഇവിടെ വന്ന് ഇങ്ങനാന്ന് ഇതിനകത്താ ഇവിടെ വന്നത്, ആരാധനയ്ക്കാണോ ഇവിടെ വന്നത്, ബന്ധക്കോസാന്നുള്ള അല്ല അറിഞ്ഞോണ്ട് വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ തിരിച്ചു വിടുന്ന് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കി. പക്ഷേ പറ്റിയില്ല. അദ്ദേഹം എന്തായാലും ഒരു പരുവത്തിന് മനസ്സോടെ ഇവിടുന്ന് അങ്ങ് പോയി. ഉടനെ എനിക്ക് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഞാൻ ഇവിടുള്ള അച്ഛനോട് പറഞ്ഞു. എന്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, യവൻ ഇങ്ങനെ ബന്ധുക്കുസാരോട് കൂടെ പോയി വീട്ടിൽ വന്നിരുന്ന് സ്വോത്രം അല്ലേലിയൊക്കെ പറയുമായിരുന്നു, ഞങ്ങളുടെ കൂടെ ക്ഷേത്രത്തിൽ വരത്തില്ല എന്നൊക്കെയുള്ള പരാതി പറഞ്ഞ് ഇരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ആരാധനയ്ക്ക് കടന്നു പോകുന്ന കാര്യം ഒളിച്ചും പാത്തും പോകുന്നതേ അറിയത്തോള്, എവിടാന്നുള്ള അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ചർച്ച് മേളില് താഴെ ജോലി, ഇതെല്ലാം കേട്ടപ്പോ പുള്ളിക്ക് എന്റെ അച്ഛന് ഭയങ്കര വിഷമം ഉണ്ടായി. പെട്ടെന്ന് എന്നെയും കൊണ്ടേ പോകാനായിട്ട് നോക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്തായാലും പറ്റിയില്ല. അങ്ങനെ തിരിച്ച് അദ്ദേഹം ഇവിടുന്ന് അങ്ങ് നാട്ടിൽ തിരിച്ചുപോയി. നാട്ടിൽ തിരിച്ചു പോയിട്ട് അവിടുന്ന് ഫോൺ വിളിക്കുമ്പോ എന്റെ ഈ സജുവച്ചാനോട് പറയുമായിരുന്നു, അവനെ മേളിലോട്ട് ആരാനിക്ക് വിടല്ലേ, അവന് ആരാനിക്ക് പോകാതെ നോക്കിക്കോണേ എന്ന് പറയുമായിരുന്നു. പക്ഷെ അദ്ദേഹം നാട്ടിൽ പോയതിനു ശേഷം എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് 1 രൂപ പോലും വണ്ടിക്കൂലി കൊടുക്കാതെ ഫ്രീ ആയിട്ട് തൊട്ട് മേളില് ആരാധനയ്ക്ക് കടന്നു പോകാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്ന്. അതെന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമായി. അങ്ങനെ ബിജു തങ്കച്ചൻ പാസ്റ്ററോടൊപ്പം കടന്നു പോകുവാനും ഞാൻ പാസ്റ്ററോട്, പാസ്റ്ററെ എനിക്ക് ദൈവവചനം പഠിക്കണം, എനിക്ക് സുവിശേഷ വില ചെയ്യണം വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ എനിക്ക് ഓരോരോ വാക്യങ്ങളും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ബൈബിളിൽ ഇങ്ങനെ ഓരോരോ എൻ്റെ അടുത്ത് പറഞ്ഞ് അന്ന് ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാനായിട്ടൊരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ അതിന്റെ ഒരു കോഴ്സ് പഠിച്ചു. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം CM-ലും ഈ തേരകാവിലും അദ്ദേഹം 2 സഭയുടെ പാസ്റ്ററായിട്ടാണ് അന്ന് സേവനം അനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ CM-ലും തേരകാവിലും മറ്റു ഇടങ്ങളിലൊക്കെ ആരാധനയ്ക്ക് കടന്നു പോകാനായിട്ടൊക്കെ ഇടയായി. അങ്ങനെ അദ്ദേഹം എന്നെ ആത്മീയമായിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് ഒത്തിരി വില കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ സഭയിൽ, പൊതുസഭയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം എന്നെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിച്ചു. അദ്ദേഹം CM-ൽ കൊണ്ടുപോകുമ്പം അവിടെ ചെന്നും, അവിടെ ഹിന്ദി സർവീസാ, അവരോടൊപ്പം ഹിന്ദി പാട്ടുകളൊക്കെ പഠിക്കുവാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇടണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഇവിടെ അടുത്ത് തലേകാവ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് സോമാട്ടണ പാട്ടയിൽ ചെറിയൊരു ഗ്യാരേജ് ഞാൻ ഇങ്ങനെ തുടങ്ങുവാനിടയായി. തുടങ്ങിയപ്പോഴത്തേക്ക് അത് പരാജയപ്പെട്ട് വിജയിക്കത്തില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നീട് ഞാൻ ഞങ്ങളുടെ ഈ തേരകാവ് ദേവസഭയിലുള്ള ഒരു അച്ചാനെ കണ്ട്, സജി ബ്രദർ എന്ന് പറയുന്ന അച്ചാനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഇതുപോലെ ജോലിയൊന്നുമില്ല. അപ്പൊ അച്ചാന് ഇങ്ങനെ ഇലക്ട്രിക്കലിന്റെ വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കോണ്ടാക്ട് ആയിട്ട് വലിയ വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നതാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ്, അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രദർ ഇഞ്ഞ് പോരെ, ഇവിടെ പണിയുണ്ട്, നമുക്ക് ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഇലക്ട്രിക്കലിന്റെ വർക്ക് കുറച്ച് നാൾ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് വലിയ നഷ്ടമൊക്കെ വന്ന്, അദ്ദേഹത്തിന് ആ കോണ്ടാക്ട് വലിയ വർക്ക് എടുത്തതിന് പൈസ ഒക്കെ ഒരുപാട് കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു ഹോട്ടൽ തുടങ്ങാം, രഞ്ജിത്തൂടെ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം ഇഞ്ചോടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ തുടങ്ങി. ഒരുപാട് മെസ്സിന് വേണ്ടിയിട്ട് പിള്ളേരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒത്തിരി ശരീരത്തിന് പ്രയാസം ഉണ്ടായി. അതായത് പനി കയറി അടിച്ചിട്ട് മരുന്ന് കഴിച്ച് എല്ലാം പൊട്ടി ഞാൻ ഒത്തിരി അങ്ങ് ക്ഷീണിച്ച് വല്ലാത്തൊരു അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹം, നാട്ടിലോട്ട് എന്തായാലും മടങ്ങി പോകാമെന്ന്. അങ്ങനെ നാട്ടിലേക്ക് ഞാൻ 2004 തിരിച്ച് നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്ന് ഞാൻ വിചാരിച്ച നാട്ടിൽ എവിടെങ്കിലും എന്തെങ്കിലും വർക്ക്ഷോപ്പ് വല്ലോട്ട് തുടങ്ങി നാട്ടിൽ തന്നെ തട്ടിക്കൂട്ടി നിൽക്കാമെന്നുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ നോക്കിയപ്പോ പിന്നെയും പ്രശ്നമാണ്. നാട്ടില് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല, നാട്ടിൽ തീരെയും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പം നീണ്ടകരയില് ചീലാന്തിമുക്കിനടുത്ത് ഒരു IPC സഭയുണ്ട്, അവിടെ ഞാൻ കടന്നുപോയി. അവിടെ കടന്നു വന്നപ്പം കാലിന് മുടന്തുള്ള ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു, ജോൺസൺ എന്ന് പറയുന്നത്. ആ ദേവദാസൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, മകനെ,
ദൈവം മകനെ പൂനെയുടെ പ്രദേശത്തേക്ക് തന്നെ തിരിച്ചയക്കും. അവിടേക്ക് തന്നെ മടങ്ങിപ്പോയിക്കോണം. അവിടെ ദൈവം നല്ലൊരു കമ്പനി ജോലി തന്ന് മാനിക്കും. ലഭിക്കുന്ന സമയങ്ങള് ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് കണ്ടിരിക്കുകയാണ്. അങ്ങനെ മകൻ പൂനെയിലോട്ട് തന്നെ കടന്നു പോയിക്കോ, ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിനക്ക് ദൈവഹിതമല്ലെന്ന് പറഞ്ഞു. അതൊരു ദൈവിക ദൂതായിട്ട് ഞാൻ അത് ഏറ്റെടുത്ത് ഒരു പേപ്പറിൽ അത് കുറിച്ചിട്ട് എൻ്റെ ബൈബിളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ച്. അങ്ങനെ ഞാന് തിരിച്ച് ആ സമയത്താണ് ഈ 2004 ഞാന് ഒക്ടോബറിലാണ് നാട്ടിൽ ചെല്ലുന്നത്. ഈ 2004 ഡിസംബർ 26 സുനാമി അടിക്കുന്ന സമയത്തൊക്കെ ഞാൻ നാട്ടിലുണ്ട്. അങ്ങനെ ആ സുനാമിയൊക്കെ അടിക്കുന്ന സമയത്ത് ചർച്ചയായിട്ടൊക്കെ പല ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും 4 വീലറിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ 4 വീലറൊക്കെ പഠിച്ചിട്ട് ലൈസൻസുമായിട്ട് ഞാൻ പൂനെയിൽ വീണ്ടും തിരിച്ചു വന്നു. പൂനെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് മറ്റേ ഇവിടെ ഒരു ഹോട്ടൽ ചെറുതായിട്ട് നടത്തിക്കൊണ്ടിരുന്ന അച്ചായന് കുറച്ചുകൂടെ നല്ല ഒരു രീതിയിൽ വലിയ ഹോട്ടലൊക്കെ എടുത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ജോലി എവിടെങ്കിലും ശരിയായോ? ഞാൻ പറഞ്ഞില്ല അച്ഛാ, അദ്ദേഹത്തോടൊപ്പം താമസിക്കുവാനായിട്ടുള്ള ഭാഗ്യം ദൈവം തന്നു. അങ്ങനെ സ്വന്തമായിട്ട് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് റൂമൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പല പല ഇടങ്ങളിലൊക്കെ ചെന്ന് അന്വേഷിച്ചു. അങ്ങനെ ഈ ഇഞ്ചവടിക്ക് അടുത്ത് ഞാൻ താമസിക്കുന്ന തേരകാവിന് ഇഞ്ചവടിക്ക് അടുത്ത് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ ജോലി കിട്ടി. ജോലിക്ക് അവിടെ കയറി. ഞാൻ വിചാരിച്ച് ശമ്പളം എങ്ങനെയായാലും എന്തെങ്കിലും ഒരു 10,000-3000 രൂപ ഒക്കെ കാണുമെന്നുള്ള ചിന്തയിലാണ് കയറുന്നത്. അപ്പൊ അവിടെ കയറിയപ്പോഴത്തേക്ക് 64 രൂപയാണ് 8 മണിക്കൂറിന് ജോലി ശമ്പളം. അപ്പം അവിടെ ജോലിക്ക് കയറിയപ്പോഴത്തേക്ക് ഒരു മലയാളി സഹോദരൻ ഒരു റൂം കാലിയാവാനുണ്ട്, അദ്ദേഹം കാലിയാക്കിയിട്ട് നാട്ടിൽ പോവുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്. അപ്പൊ അതിന് 600 രൂപ വാടകയാണ്. അങ്ങനെ 600 രൂപ വാടകയ്ക്കുള്ള ആ ഒരു റൂം എനിക്ക് എടുക്കുവാനിടയായി. അപ്പം പിറ്റേ മാസം ശമ്പളം കിട്ടുമ്പോൾ വാടക കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആ കമ്പനിയിൽ ജോലിക്ക് ഇലക്ട്രീഷ്യനായിട്ടാണ് കയറുന്നത്. ഇലക്ട്രീഷ്യനായിട്ട് ജോലിക്ക് കയറി കുറച്ച് ദിവസമൊക്കെ പലരെയും കൂടെ ഹെൽപ്പറായിട്ടൊക്കെ നിന്ന്. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ശേഖർ എന്ന് പറയുന്ന ഒരു സൂപ്പർവൈസർ, തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, രഞ്ജിത്തിന് ഒറ്റയ്ക്ക് ഒരു ഫ്ലോറിന്റെ ഡ്രോയിങ് തന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? 4 ഹെൽപ്പറേയും തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ഡ്രോയിങ് തരാൻ പറഞ്ഞു. ഞാൻ ആ ഡ്രോയിങ് മേടിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ഡ്രോയിങ് പ്രകാരം ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ ആ ഡ്രോയിങ് വെച്ചുകൊണ്ട് ഒരു ഫ്ലോറിന്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇൻഫോസിസിന്റെ phase 2 സോഫ്റ്റ്വെയർ കമ്പനിയുടെ ശോഭ കൺസ്ട്രക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആ സമയത്ത്. അങ്ങനെ ആ ജോലിക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ ഞാൻ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ചോറൊക്കെ വെച്ചുകൊണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് ഒരു നേരത്തെ ഫുഡേ ഉള്ളു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. വൈകുന്നേരം എന്തെങ്കിലും കഴിക്കും. പിന്നെ രാത്രി ജോലി കഴിഞ്ഞു ഭയങ്കര വർക്കാ, 2 മണിക്കാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെ 1 വർഷത്തോളം ഇങ്ങനെ അവിടെ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ആ കമ്പനി കയറി കഴിഞ്ഞാൽ 1 മാസത്തെ ശമ്പളം പിടിച്ചിട്ടിട്ട് പിറ്റേ മാസം 15-ാം തീയതിയെ അവർ ശമ്പളം കൊടുക്കത്തുള്ളൂ. കാര്യം ആൾക്കാർ വിട്ടു പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്റെ കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു, ചെലവിനുള്ള എല്ലാം തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഇഞ്ചവടിയിൽ തൊട്ടടുത്തുള്ള ഒരു പലചരക്കടയിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് 1 കിലോ അരി കടം തരുമോ? ഞാൻ ശമ്പളം കിട്ടുമ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞു. അന്ന് 13 രൂപയുള്ള 1 കിലോ പുഴുക്കലരിക്ക്. അദ്ദേഹം തന്നില്ല. അപ്പം എനിക്ക് വലിയ വിഷമമായി. ഞാൻ വിചാരിച്ചു എന്തോ ചെയ്യും. അന്നത്തെ ദിവസം വൈകിട്ട് ബിജു തങ്കച്ചൻ മാസ്റ്റർ ഫാമിലി ആയിട്ട് ഈ രഞ്ജിത്ത് സഹോദരൻ എവിടെ താമസിക്കുന്നതെന്ന് റൂം കാണാനായിട്ട് എൻ്റെ അടുത്ത് വരികയാണ്. അങ്ങനെ ഞാൻ ദേവദാസം വന്നപ്പം അദ്ദേഹത്തെ വിളിച്ചു, വീട്ടിലിരുത്തി. ഞാൻ പറഞ്ഞ പാസ്റ്ററെ നമുക്ക് ചായ കുടിക്കാം. ഞാൻ പറഞ്ഞന്ന് ഞാൻ വെള്ളം കോരിക്കൊണ്ട് പോയിട്ട്, എനിക്കറിയാം വീട്ടിലെല്ലാം തീർന്നിരിക്കുകയാണെന്ന്. വീട്ടിൽ പലർക്ക് സാധനമില്ല, തേയിലയില്ല, പഞ്ചസാരയില്ല, ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ എന്റെ റൂമിന്റെ അവിടെ നിന്ന് ഒരു 10-20 അടി ദൂരെയാണ് ഈ വെള്ളം എല്ലാവർക്കും പിടിച്ചോണ്ട് വരേണ്ട ഒരു ടാങ്ക് ഇരിക്കുന്നത്. അവിടെ പോയിട്ട് ഞാൻ നിന്ന് അവിടെ നിന്ന് കരയുക. ഞാൻ പറഞ്ഞു, കർത്താവേ, പാഷം കുടുംബം വന്നല്ലോ, എങ്ങനെ പച്ചവെള്ളം എങ്ങനെ കൊടുത്തു വിടുന്നേ? തേയിലവെള്ളം പോലും കൊടുക്കാനായിട്ട് ഒന്നുമില്ല, പിന്നെ എന്തോ ചെയ്യും? അപ്പോഴത്തേക്ക് അപ്പം ഈ പാഷവും അമ്മാമ്മയും കൂടെ വന്ന് കുഞ്ഞിനെയും കൊണ്ട്.
അപ്പം അപ്പൊ ഞാൻ വെള്ളം എടുക്കാൻ പോയാന്ന് വെച്ചാൽ അമ്മാമയും പാർശ്വയുടെ പെട്ടെന്ന് എന്തായാലും തേയിലയും പഞ്ചസാരയൊക്കെ എടുത്ത് നോക്കാനായിട്ട് അവർ അടുക്കളയിൽ കയറി, ഇത് റൂമിനകത്ത് കയറി, ഒരൊറ്റ സിംഗിൾ റൂമാണ്. അതെല്ലാം എടുത്ത് നോക്കിയപ്പോ എല്ലാ ഡബ്ബയും കാലിയായിട്ട് കിടക്കുന്നു. പെട്ടെന്ന് പാർശ്വ എന്റെ അടുത്ത് വന്നിട്ട് തോളെ തട്ടിയിട്ട് പറഞ്ഞു, എന്തിനാ രഞ്ജിത്ത് ഇങ്ങനെ പട്ടിണി കിടക്കുന്നേ? പെട്ടെന്ന് എന്നെ വിളിച്ചുകൊണ്ട് ഒരു കടയിൽ കൊണ്ടുപോയി, പല്ലൊരു കടയിൽ കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ എന്തൊക്കെ സാധനം വേണോന്നുള്ള പെട്ടെന്ന് ലിസ്റ്റ് എടുത്ത് പുള്ളിക്കാരൻ അരിയും ഗോതമ്പ് പൊടിയും, അപ്പൊ ഈ പലചരക്ക് സാധനം മേടിച്ചാലേ മണ്ണെണ്ണ കിട്ടത്തുള്ളൂ അവിടുന്ന്. അങ്ങനെ മണ്ണെണ്ണയും തന്നു. അവിടുന്ന് 1.5 മാസത്തേക്കുള്ള സാധനങ്ങൾ അവിടുന്ന് അദ്ദേഹം വാങ്ങിച്ചു തന്നു. അങ്ങനെ കൊണ്ടുവന്ന് റൂമിൽ വെച്ച് പാചകിച്ച് അങ്ങനെ രാവിലെ ഫുഡുമായിട്ട് പോകും. അങ്ങനെ ശമ്പളം കിട്ടിക്കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം വാങ്ങിക്കത്തില്ല. അങ്ങനെ സാഹചര്യത്തിൽ ഇങ്ങനെ ആ കമ്പനിയിൽ ഒത്തിരി ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ ആ കമ്പനി കയറി കഴിഞ്ഞാൽ രാത്രി 10 മണി 11 മണി 12 മണിക്കൊക്കെയാണ് അവര് പറയുന്ന സമയത്ത് അവധിയാക്കി നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്റെ സഭയിലെ സെക്രട്ടറി ആയിരിക്കുന്ന ബെന്നിച്ചാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഞാൻ ഈ ജോലി ചെയ്തിട്ട് വരുന്നതൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് ദിവസേന. നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിനൊരു ആഗ്രഹം, അദ്ദേഹം ജോലി ചെയ്യുന്നത് ജർമ്മൻ കമ്പനിയിലാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ്, ബ്രദറെ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട്, ഞാൻ സാറിനോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ബ്രദറിന് താല്പര്യമുണ്ടോ ഞങ്ങളുടെ കമ്പനി ജോലി ചെയ്യാനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, ഇലക്ട്രിക്കലിന്റെ പണി പ്രാക്ടിക്കലായിട്ട് പഠിച്ചതേ ഉള്ളൂ, തിയറി ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഈ പെട്രോൾ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാലും ഞാൻ ചെന്ന് പ്രാക്ടിക്കലായിട്ട് പഠിച്ചത്, IT ഒന്നും പോയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാ എന്നെ ആ ജോലിയിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജർമ്മൻ കമ്പനിയിൽ എടുക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ശരി ഞാൻ സാറിനോട് പറയാം. അങ്ങനെ ചെന്ന് സാറിനോട് പറഞ്ഞപ്പോ സാറ് പറഞ്ഞ്, ഒരു ബയോഡേറ്റ എന്തായാലും ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ബയോഡേറ്റ ഒക്കെ ഉണ്ടാക്കി ഞാൻ ആ കമ്പനിയിൽ അച്ചായൻ വിളിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പം സാറ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, 10 ദിവസം ഇവിടെ ഞങ്ങൾ ജോലിക്ക് വെച്ചു നോക്കും, ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ജോലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ എടുക്കും ജോലിക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. ഈ 10 ദിവസത്തിന് ശമ്പളം തരുമെന്ന് പറഞ്ഞു. സമ്മതമാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഓരോ ജോലി എന്നെ ഏൽപ്പിച്ചു, ഫോർക്ലിഫ്റ്റ് ഓടിക്കാനായിട്ട്. അങ്ങനെ ഫോർക്ലിഫ്റ്റ് ഓടിച്ചു. പിന്നെ അസംബിൾ ചെയ്യാനായിട്ട് മോട്ടറും കാര്യങ്ങളും 3 ഫേസിന്റെ കണക്ഷൻ, സ്റ്റാർട്ടറിന്റെ കണക്ഷനും ഒക്കെ വയറിങ് ചെയ്യണം. അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാനും. പിന്നെ പ്രശാന്ത് കുമാർ എന്ന് പറയുന്ന സാറുണ്ട്, അദ്ദേഹം ആണെങ്കിൽ എൻ്റെ അടുത്ത് ടൂൾസിനെ കുറിച്ച് ചോദിച്ചു, സ്പാനർ, ഓരോ കാര്യങ്ങളൊക്കെ അതെല്ലാം പറഞ്ഞു. അങ്ങനെ എന്തായാലും അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ബെന്നിച്ചാനാണ് ഇതിന്റെ പിന്നിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒത്തിരി. അദ്ദേഹം വളരെ എന്നെ എങ്ങനെയെങ്കിലും അവിടെ സ്ഥിരപ്പെടുത്തണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിന്. അങ്ങനെ അവിടുത്തെ മാനേജർ ആയിരിക്കുന്ന കൈലാസ് സാറിന്റെ അടുത്തോട്ട് എന്നെ വിട്ടു. ഇന്റർവ്യൂവിനായിട്ട് വിടുകയാണ്. അദ്ദേഹം എന്നെ ഇന്റർവ്യൂ ചെയ്യാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ്, 10 ദിവസം ജോലി ചെയ്തതിൽ ഞങ്ങൾക്ക് ബോധിച്ചു, ഞങ്ങൾക്ക് ഇയാളെ ജോലിക്ക് വെക്കാനായിട്ട് താല്പര്യമുണ്ട്. ഇവിടെ കാണാൻ യൂണിയൻ ഉണ്ടാക്കാൻ നോക്കിയാൽ കാലിന്റെ മുട്ട് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ മലയാളികളെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെയുള്ള നമ്മുടെ ഈ കേട്ടുകേഴ്വിയൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, അപ്പൊ എന്തുകൊണ്ടാ പഴയ കമ്പനിയിൽ നിന്ന് ജോലി വിടുന്നത്? ഞാൻ പറഞ്ഞു, അവിടെ ഒത്തിരി കഷ്ടപ്പാടാണ്, ഒത്തിരി സമയം ജോലി ചെയ്യണം, പിന്നെ സൈറ്റിലൊക്കെ പറഞ്ഞു വിടും. ഇവിടെയും കഷ്ടപ്പാടിന് കുറവൊന്നുമില്ല, ഇവിടെയും കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്തോ ശമ്പളം വേണം. ഞാൻ പറഞ്ഞു, അവിടെ എല്ലാം കൂടെ ഓവർ ടൈം എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4000 രൂപയ്ക്ക് അടുത്ത് കിട്ടും. ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ അത്രയൊന്നും കിട്ടത്തില്ല, ഇവിടെ അത്രയൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാൻ ആ മാസം ജോലി ചെയ്ത് പിറ്റേ മാസം ശമ്പളം വന്നപ്പോഴത്തേക്ക് എനിക്ക് 5554 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ ഇവിടെ ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് ആഹാരമുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഉച്ചക്കലത്തെ ഫുഡുണ്ട്, രാത്രി മാത്രം ഒരു നേരം മാത്രം നമുക്ക് ആഹാരം വെച്ചാൽ മതി. അങ്ങനെ ബെന്നിച്ചാന്
അവിടെ എൻ്റെ ഈ തേരകാവ് ദൈവസഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബെന്നിച്ചാൻ എന്നെ സാറിനോട് പറഞ്ഞ് അവിടെ സാഹിബിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് എന്നെ പെർമനന്റ് ആക്കണമായിട്ട് അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ നിതിൻ സാറിനോടൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ എനിക്ക് പെർമനന്റ് ലെറ്റർ തരുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 8ാം ക്ലാസ് മാത്രം പഠിച്ച ഒരു വ്യക്തി മൾട്ടിനേഷണൽ കമ്പനിയിൽ അവിടെ ഒരു പെർമനന്റ് ജോബായിട്ട് അവിടെ ഫിറ്ററായിട്ട് അവിടെ ജോലി കിട്ടുവാനായിട്ട് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അതെന്റെ ജീവിതത്തിൽ ഇമ്പോസിബിൾ ആണ്, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം എന്നെക്കാൾ എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ജോലി ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മധ്യത്ത് നമ്മൾ ഈ 8ാം ക്ലാസ്സുകാരൻ എങ്ങനെ അവിടെ നിൽക്കുവാനായിട്ട് ഗേറ്റിൽ പോലും ഒരു സെക്യൂരിറ്റി ആയിട്ട് പോലും ചെല്ലാനായിട്ടുള്ള യോഗ്യതയില്ല. അത് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. അങ്ങനെ കർത്താവ് എന്നെ എടുത്ത് ഓരോരോ അനുഗ്രഹങ്ങൾ നന്മകൾ തന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നിനക്ക് ജോലി ഉണ്ടല്ലോ, നീ വിവാഹം കഴിച്ചിട്ട് പെങ്ങൾക്ക് ഇച്ചിരി പൈസ കൊടുക്കണം, ആ പൈസ കൊടുക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ശരി നോക്കാന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് 26 വയസ്സുണ്ട്. അപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് ഇപ്പൊ ഇത്രയും ദീർഘവർഷങ്ങൾ ഈ 2006 വെച്ച് എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെയും മൂത്ത സഹോദരിയുടെയും വിവാഹം കഴിഞ്ഞു. അപ്പം സഹോദരിക്ക് ഇച്ചിരി പൈസ കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു, പക്ഷെ കൊടുക്കേണ്ട ആ പൈസ കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ ആ സഹോദരിക്ക് പൈസ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം അളിയൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പം അവർക്കും ആവശ്യമുണ്ട്, വീട് വെക്കാനായിട്ട് എന്തോ ആവശ്യമാണ്. അപ്പൊ അച്ഛനോട് പറഞ്ഞ് എന്നെ പൈസ കൊടുക്കണം. അങ്ങനെ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന സന്തോഷം എന്ന് പറയും, അദ്ദേഹം സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം മത്സ്യബന്ധനം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡ്രൈവിംഗ് അറിയാം. അദ്ദേഹത്തിനും പെർമനന്റ് ആയിട്ടൊരു ജോലിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ ജോലി ഉണ്ടല്ലോ എനിക്ക്, ഞാൻ വിവാഹം കഴിച്ചിട്ട് പൈസ കൊടുന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ഇവിടെ അന്വേഷിക്കാം. കുറെ നാളിന് ശേഷം അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരു 10 പവന്റെ സ്വർണവും 2 ലക്ഷം രൂപയും 5 സെന്റ് വസ്തുവും ഉള്ള ഒരു ആലോചന വന്നിട്ടുണ്ട്, നീ പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടുന്ന? അത് കരുനാഗപ്പള്ളിക്ക് അടുത്താണ്, നമ്മുടെ SNDP സമുദായത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞ അച്ഛാ, എനിക്ക് ഈ SNDP സമുദായത്തിൽ നിന്നൊന്നും വിവാഹം വേണ്ട, ഞാന് ആഗ്രഹിക്കുന്നത് ഒരു പെന്തക്കോസ് വിശ്വാസിയായിരിക്കണം, അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് മതിയെന്ന് പറഞ്ഞു. അവരിനി ഏത് ജാതിയായാലും കുഴപ്പമില്ല, പെന്തക്കോസ് വിശ്വാസത്തിൽ വന്ന ഒരു കുടുംബത്തിലാണ്. ഉടനെ എന്നെ നീ ഇപ്പോഴും ഗുണപ്പെട്ടില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രായിക്കൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത് കുറെ ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് പറയാം, പെന്തക്കോസിൽ നിന്നങ്ങനെ കെട്ടിയാൽ മോൻ വിവാഹം കഴിച്ച ഞാൻ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ കർത്താവേ, ഞാന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിൽ കടന്നു വന്നു, ഇനി ഞാൻ തിരിച്ച് പാരമ്പര്യത്തിലേക്ക് പഴയതിലേക്ക് പോയി എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ ബൈബിൾ കോളേജ് പഠിച്ച ഒരു പെങ്കൊച്ചായിരിക്കണം, ഒരു ദേവദാസന്റെ മകളായാൽ അത്രയും നല്ലത്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ദൈവം ഒരു മുഖാന്തരങ്ങൾ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഈ തേരകാവ് ദൈവസഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബെന്നിച്ചാൻ എന്നെ രാത്രി വിളിക്കുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഫാദറിൻലോ നാട്ടിൽ ചിറ്റാർ എന്ന് പറയുന്ന ചെറിയാൻ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ 2 ദേവദാസന്മാര് വന്നിട്ട് ഒരു മകള് ഉണ്ട് ഇവിടെ, ആ മകളുടെ ഒരു ആലോചനയ്ക്ക് വേണ്ടിയിട്ട് ഈ വിഷയം സംസാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറയുകയാണ്, ഇവിടെ പൂനെയിലുള്ള ഒരു ബ്രദർ ഉണ്ടല്ലോ, ഈ ബ്രദറിന് അപ്പം പലയിടത്തുനിന്നും ഇങ്ങനെ ആലോചനകളൊക്കെ വരുന്നുണ്ട്. പൂനെയിലുള്ള ബ്രദർ അദ്ദേഹം നാട്ടിൽ എവിടെയാണ്, അദ്ദേഹത്തിന്റെ ഫോട്ടോ വല്ലതും കിട്ടുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ ഇതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു. അവിടെ കടന്നു പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവര് നീണ്ടകരയിലുള്ള വീടൊക്കെ വിറ്റിട്ട് കേരളപുരത്തിനടുത്ത് താമസം മാറി. കാര്യം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയച്ചത് കേരളപുരത്താണ്, കൂട്ടാണി ജംഗ്ഷനടുത്ത്, KPP ജംഗ്ഷനടുത്ത്. അപ്പൊ പെങ്ങളൊക്കെ താമസിക്കുന്ന അവിടെ ആയതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും പെങ്ങളെയും കുഞ്ഞുങ്ങളെയും കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അവിടേക്ക് താമസം മാറി 2005. അപ്പൊ ഞാന് ഈ വിഷയം ഇങ്ങനെ, ഇപ്പൊ പെങ്ങൾക്ക് പൈസയും കൊടുക്കണമല്ലോ, അപ്പൊ ആ വിഷയം കൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിവാഹം കഴിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രപ്പോസൽ അച്ഛൻ കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല അത്. അപ്പം ഈ ഒരു വിഷയം, ഞാൻ പറഞ്ഞ വിഷയം അവർ അംഗീകരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
ഈ സെക്രട്ടറി ആയിരിക്കുന്ന ബെന്നിച്ചാന്റെ ഭവനത്തില് എന്റെ വിഷയത്തെക്കുറിച്ച് 2 പാസ്റ്റർമാര് സംസാരിക്കുകയാണ്. അപ്പോഴ് ഞാന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം വായിക്കുമ്പം ഈ അബ്രഹാം എലയാസറിനെ വിളിച്ചിട്ട് ഇസഹാക്കിന് വേണ്ടിയിട്ട് ഭാര്യയെ കൊണ്ടുവരാനായിട്ട് അത് പറഞ്ഞു വിടുന്ന കാര്യത്തെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ഭാഗമാണ് വായിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ കർത്താവേ, ഇസഹാക്കിന് വേണ്ടിയിട്ട് ആ എപ്രകാരമാണ് ഈ കനാന്യ ദേശത്ത് നിന്നും ഭാര്യമാരെ എടുക്കാതെ അവിടുന്ന് കൊണ്ടുവന്ന ദൈവം ഇന്നും ജീവിക്കുന്നല്ലോ. അപ്പം എനിക്ക് വേണ്ടിയുള്ള തുണയെ തമ്പുരാൻ ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചെറിയ ഭാഷ നേതൃത്വത്തില് ഈ അതായത് പോൾ വിക്രം എന്ന് പറയുന്നത് ദിവാസന്റെ മകളുടെ ഒരു പ്രപ്പോസലാണ് വന്നത്. അപ്പൊ അദ്ദേഹം എന്റെ അഡ്രസ് എല്ലാം മേടിച്ചിട്ട് വീട്ടിൽ ചെന്നു. അച്ഛനെ കണ്ടിട്ട് പറഞ്ഞ എന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞ ഫോട്ടോ ഇപ്പൊ വീട്ടിൽ നോക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോരാൻ നേരം ഫോട്ടോ എല്ലാം ഞാൻ കൊണ്ടുപോയിരുന്നു, ഒന്നും വെച്ചില്ല. അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പൊ അവർക്ക് എന്റെ ഫോട്ടോ വേണം. ഞാനൊരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അവർക്ക് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ കർത്താവെ, എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മാതാപിതാക്കളുടെയൊക്കെ മനസ്സിന് ഒരു രൂപാന്തരം വരുത്തണമേ. ഉടനെ 1 മാസം കഴിഞ്ഞപ്പോ അവര് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, എന്നാ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, മോൻ പറ ഇനി എവിടെയാ ഞങ്ങൾ ചെന്ന് പെണ്ണന്വേഷിക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞ ആ ചിറ്റാറിന്ന് ഒരു പാസ്റ്റർ വിളിച്ചിട്ട് കുമ്പളം ഈ ഒരു കുമ്പളത്തുള്ള ഒരു സഭയുടെ ഒരു പാസ്റ്ററുടെ മകളുടെ വിഷയം പറഞ്ഞായിരുന്നല്ലോ, അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും കൂടാണ് കുമ്പളത്തുള്ള ഒരു ഭവനത്തിൽ ചെന്ന്, അതായത് ഒരു പാസ്റ്റർ താമസിക്കുന്ന ഭവനത്തിൽ ചെന്ന് ഒരു പെൺകൊച്ചിനെ കാണുന്നത്. ആ കൊച്ചിന്റെ പേരാണ് വിനീഷ. അതായത് ഇപ്പോഴെന്റെ ഭാര്യ ആയിരിക്കുന്ന വിനീഷയുടെ ഭവനത്തിലാണ് എൻ്റെ മാതാപിതാക്കൾ ചെല്ലുന്നത്. അവരവിടെ ചെന്ന് കണ്ടിട്ട് എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് പറയും, അയ്യോ മോനെ, അവർക്ക് സ്വർണ്ണമൊന്നുമില്ല, എങ്ങനെയാ സ്വർണ്ണമില്ലാതെ നമ്മൾ കല്യാണം നടത്തുന്നത്? നമ്മള് സ്വർണം ഇട്ടുകൊണ്ടല്ലയോ കെട്ടുന്നത്, കല്യാണ സമയത്തെങ്കിലും കുറച്ച് സ്വർണം ഇടാനെങ്കിലും അവരോടൊന്ന് പറ എന്ന് അവരോട് പറഞ്ഞു. അപ്പം അവരോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മേ, പെന്തക്കോസ് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണമൊന്നുമില്ല, സ്വർണ്ണമൊക്കെ നമുക്ക് ഇഷ്ടമല്ല, അതിന്റെ ഒന്നും ആഗ്രഹമില്ല. അപ്പോഴത്തേക്ക് അവിടെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അപ്പം അവര് 1 ലക്ഷം രൂപ തരും. അപ്പൊ ആ പൈസ എൻ്റെ പെങ്ങക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം തൽക്കാലത്തേക്ക്, എൻ്റെ പെങ്ങക്ക് 1 ലക്ഷം രൂപ അച്ഛൻ കൊടുക്കാനുണ്ട്. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അപ്പൊ അളിയന് വീടും വെക്കാം. അങ്ങനെയുള്ള ഒരു വിഷയത്തിലാണ്. അപ്പം ഞാൻ വന്ന് പെങ്കൊച്ചിനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് 2007 ജനുവരി 2006 ഡിസംബർ മാസം ഇവിടുന്ന് കടന്നുപോയി പെങ്കൊച്ചിനെ കണ്ടിട്ട് അച്ഛൻ ഞാനിവിടാണ് കടന്നുപോയി അവര് വീട്ടിൽ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ്, കണ്ട എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, പൂനെയുടെ പ്രദേശത്താണ്, ഇതുപോലെ ഏകനായിട്ട് വിശ്വാസത്തിൽ വന്നതാണ്, നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മുമ്പോട്ട് കാര്യങ്ങൾ നീക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് അപ്പം അവരെല്ലാം കൂടെ ജനുവരി മാസം ഒരു ഡേറ്റ് എടുത്തിട്ട് 2007 മെയ് മാസം 24-ാം തീയതി കല്യാണം നടത്താമെന്നുള്ള ഒരു തീരുമാനമെടുത്ത് ഈ ജനുവരി മാസത്തിൽ തന്നെ കൊല്ലം ടൗൺ ഏജി വെച്ച് എൻ്റെ അച്ഛന് ജ്യേഷ്ഠനോട് പോയിട്ട് എൻ്റെ അമ്മായപ്പൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കൈപ്പറ്റി. കല്യാണത്തിന്റെ മുന്നോടിയായിട്ട് 1 ലക്ഷം രൂപ വാങ്ങിച്ചു, എൻ്റെ പെങ്ങ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണത്തിന് 1 മാസത്തിന് മുമ്പ് കുറികളെല്ലാം അടിച്ച് വിളിയൊക്കെ തുടങ്ങി. എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ എന്നോട് പറയാണ്, കേരളത്തിൽ വെച്ച് കല്യാണം നടത്തത്തില്ല, പൂനെയിലെങ്ങാണം നടത്തിക്കോണം, ഇവിടെ പറ്റത്തില്ല, ഇവിടെ പെന്തക്കോസുകാരായിട്ട് ഇവിടെ കെട്ടാൻ ഞങ്ങൾക്ക് നാണക്കേടാണ്, ഞങ്ങൾക്ക് അപമാനമാണ്, ഞങ്ങൾ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ 1 ലക്ഷം രൂപ അവരെ നിന്ന് മേടിച്ചതാ, ആ പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്മാറിയേക്കാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് കൊടുക്കാനുള്ള സോഴ്സ് ഇല്ല, പ്രശ്നമായി. അവിടെ ഞാൻ പറഞ്ഞ്, കല്യാണം കേരളത്തിൽ വെച്ച് തന്നെ നടത്തും, നിങ്ങളെല്ലാം സഹകരിക്കും, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ അതെല്ലാം മംഗളമായിട്ട് നടക്കുവാൻ. അങ്ങനെ 2007 ഇളമ്പള്ളൂരിലുള്ള ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ വെച്ച് എം കുഞ്ഞപ്പി സാറാണ് എൻ്റെ വിവാഹം നടത്തിയത്. എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും സഹകരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. നടക്കത്തില്ലെന്ന് എൻ്റെ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെടുത്ത് അവര് വന്ന് നിന്ന് നടത്തി. അതിനിടയ്ക്കൂടെ ഒരു കാര്യം പറയട്ടെ, ഈ വിവാഹത്തിന് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ സഭയിലുള്ള നാട്ടിലുള്ള പഴയ വിശ്വാസികളായിട്ടുള്ള പലരും പറഞ്ഞു, യോ മോനെ, നീ വലിയൊരു ചലഞ്ചാ കാണിക്കുന്നത്, നമ്മളൊരു പോലീസ് പ്രൊട്ടക്ഷനൊക്കെ മേടിക്കണ്ടായോ?
പലരും ചിലപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ, സഭയില് ഈ ഇപ്പം ഇങ്ങനെ നിങ്ങളിപ്പോ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നതല്ലയോ, അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു മുൻകൂർ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞേ, കൂടിപ്പോയാൽ അവരെല്ലാം കൂടെ നമ്മളെ തല്ലിക്കൊല്ലുമായിരിക്കും, അതിൽ കൂടുതലൊന്നും ചെയ്യത്തില്ലല്ലോ. ചാവാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത വീട്ടിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ ബൈബിള് പിടിച്ചു ദൈവദാസന്മാര് ഞങ്ങളെല്ലാം കടന്നു പോയതും വന്നതും ഒക്കെ. അനുഗ്രഹത്തോടെ വിവാഹം എല്ലാവരും കടന്നു വന്ന് പങ്കെടുത്തു. എന്റെ സഹോദരങ്ങളെല്ലാം സഹകരിച്ചു, ഇനി പോരുന്നു. അങ്ങനെ പൂനായിൽ കടന്നു വന്നു തിരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറയെ ദൈവം തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാന് വീണ്ടും പൂനെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പല പല ഭവനങ്ങൾ മാറി മാറി താമസിക്കുന്നു. നാട്ടിൽ വെക്കേഷനൊക്കെ കടന്നു പോകും, അവരെല്ലാം സഹകരിക്കും, സന്തോഷമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ മാത്രമേ മറ്റുള്ളവരൊക്കെ വിശ്വാസത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ പൂനെയിൽ കടന്നു വന്ന് ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുകയാണ് ആ സമയത്ത്. അപ്പൊ 2002 തൊട്ട് പൂനെ വന്നിടന്ന് മുതൽ 2020 വരെ ഞാൻ വാടകയ്ക്ക് 17 അടുത്ത് വീടുകൾ ഇങ്ങനെ മാറി 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 താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഓരോ വീടുകൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് മാറുമ്പോഴേ എൻ്റെ മനസ്സിലൊരാഗ്രഹം, കർത്താവെ, സ്വന്തമായിട്ട് ഒരു 2 മുറിയെങ്കിലും ഉള്ള ഒരു റൂം എനിക്ക്, ഒരു മുറിയെങ്കിലും എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം 2019 മാസം 19-ാം ആണ്ടില് 19-ാം ആണ്ടില് ഡിസംബർ മാസത്തില് സഭയിലുള്ള ഒരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ, നമുക്ക് ഇവിടെ അടുത്ത് ഒരു ഫ്ലാറ്റിന്റെ പണി നടക്കുന്നു, നമുക്കതൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അച്ഛാ, എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാമെന്ന്. അങ്ങനെ നോക്കാനായിട്ട് ചെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവിടെ 56 ലക്ഷത്തിനാണ് വിറ്റോണ്ടിരിക്കുന്നത് 2 BHK ഫ്ലാറ്റ്. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, നമ്മൾ എന്തിനാ അത് വിട്ടേരെ, നമുക്ക് അത്രയും ലോണൊന്നും കിട്ടത്തില്ല, നമുക്ക് ഈ പോരാ. അദ്ദേഹം എന്നെ നിർബന്ധിച്ച് വീണ്ടും അവിടെ ചെന്നിട്ട് എടുത്ത് പറഞ്ഞു, രഞ്ജിത്തെ, നടക്കും, വാ, വിശ്വാസത്തോടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് ബിൽഡറോട് ചെന്ന് കണ്ട് സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞ്, നമ്മുടെ സഹോദരനാണ്, അദ്ദേഹത്തിന് ഒരു ഫ്ലാറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഇപ്പോഴും ഞാൻ പൂനെ താമസിക്കുന്ന ഈ ഫ്ലാറ്റ് വാങ്ങിക്കുവാനായിട്ട് ദൈവം ഇവിടെയാക്കി. 43,25,000 രൂപയ്ക്ക് ആ ഫ്ലാറ്റ് 56 ലക്ഷത്തിന് വിറ്റുകൊണ്ടിരുന്നതാണ്. അത്രയും വിലയിൽ നെഗോസിയേഷൻ ചെയ്ത് കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ പേരിൽ അത് വാങ്ങിക്കുവാനായിട്ട് ഇടയാക്കി. സ്തോത്രം. അങ്ങനെ ബാക്കി പൈസയൊക്കെ പെട്ടെന്ന് ദൈവം, നാട്ടിൽ ഇച്ചിരി വസ്തുവുള്ളത് വിറ്റു. പിന്നീട് BAP നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ LIC ഒക്കെ സറണ്ടർ ചെയ്തു. അവർക്ക് കൊടുക്കേണ്ട പൈസ എല്ലാം കൊടുത്ത് അങ്ങനെ ദൈവം ഒരു ഭവനം തരുവാനിടയായി. ഇപ്പോഴ് ചെറിയ ലോൺ ഉണ്ട് എങ്കിൽ തന്നെയും സന്തോഷത്തോടെ ദൈവം നടത്തുന്നു. ഇതിനിടയ്ക്ക് വീണ്ടും ഒരു കാര്യം, ഇടയ്ക്ക് 2 വിഷയം വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, 2014 കമ്പനി എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല. രഞ്ജിത്തിനെ ജർമ്മനിക്ക് വിടുവാൻ താല്പര്യമുണ്ട്. അപ്പോൾ ബെന്നി സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കും. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് പാസ്പോർട്ട് എടുക്കാൻ നോക്കുമ്പോൾ രേഖകളൊന്നും വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടില്ല. അങ്ങനെ എൻ്റെ കയ്യിലുള്ള ആധാർ കാർഡും അതും ഇല്ലാതെ കൊണ്ട് ചെന്നിട്ട് നടക്കുന്നില്ല. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ്, മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും വേഗത്തിൽ നാട്ടിൽ പോയിട്ടായാലും പാസ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ ചെന്ന് ഞാൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചു. അന്നേരമാണ് മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ അവിടുത്തെ ഇലക്ഷൻ കാർഡ് വേണം, അതെല്ലാം പെട്ടെന്ന് റെഡിയാക്കി. പക്ഷേ പാസ്പോർട്ട് തക്കാലിന് എടുക്കാനായിട്ട് അവിടെ ചെന്നപ്പം ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തപ്പം അവര് പറഞ്ഞു, അയ്യോ, തക്കാലി കിട്ടത്തില്ല, CAയുടെ ലെറ്റർ വേണം, ഇല്ലാണ്ട് കൊടുക്കത്തില്ല, നോർമലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് അന്ന് അർജന്റ് എടുക്കുകയും വേണം. ഞാൻ പറഞ്ഞു, അയ്യോ ദൈവമേ, എന്ത് ശരി. ഞാൻ പറഞ്ഞു, എന്നാൽ നോർമൽ എങ്കിൽ നോർമൽ ആക്കി, നോർമൽ തന്നോളാൻ പറഞ്ഞു. അങ്ങനെ നോർമൽ പാസ്പോർട്ടിന് അപേക്ഷിച്ച്. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് വന്ന്, നിങ്ങളുടെ പാസ്പോർട്ട് അവിടുന്ന് അപ്രൂവൽ ആയിട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട്. 4-ാമത്തെ ദിവസം ദൈവം പാസ്പോർട്ട് തന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തിയാണിത്. അങ്ങനെ 4-ാമത്തെ ദിവസം പാസ്പോർട്ട് കിട്ടി. അതുമായിട്ട് ഇവിടെ വന്ന് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പൂനെയിൽ നിന്ന് എനിക്ക് ജർമ്മനിയിലേക്ക് കടന്നു പോകാൻ ജർമ്മൻ കമ്പനി എന്നെ വിടുന്നത്. അപ്പൊ ഞാനും ബെന്നി സാറും മറ്റ് 2 സഹോദരങ്ങളും വേറൊരു പ്രശ്നം സാറ്, ഞങ്ങളെല്ലാം കൂടെ ആയിട്ട് അവിടെ, അവര് ജർമ്മനിയിലേക്ക് കടന്നു വിടുന്നു പറഞ്ഞാല് അവിടെ ചെന്നിട്ട് ഇവിടെ അയച്ചുകൊണ്ടിരിക്കുന്ന മെഷീന്റെ റിപ്പയറിങ് അവര് അവിടെ വിട്ട് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പൊ ആ മെഷീന്റെ റിപ്പയറിങ് പഠിക്കുവാനായിട്ട് ഞങ്ങളെ അനുവദിച്ച് തെരഞ്ഞെടുത്തതിൽ ആണ് എന്റെ പേര് വന്നത്. അങ്ങനെ അവിടെ കടത്തി വിട്ട് ഞങ്ങളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് തന്നെ. സ്തോത്രം. അങ്ങനെ ജർമ്മനി കടന്നു ചെന്ന് ഞങ്ങള് ഒരു 10-25 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. ആ പണി പഠിച്ചിട്ട് ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്നു. ആ വർക്ക് ചെയ്യുവാനായിട്ട് ഇടയായി. അതെന്റെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമായി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാന് എവിടെ കിടന്നതായിരുന്നു? മീൻ പിടിച്ചുകൊണ്ട് കിടന്ന ഞാന് എന്റെ ഭവനത്തിൽ നിന്ന്, എന്റെ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും തന്നെ യൂറോപ്യൻ കൺട്രിയിലൊന്നും പോയിട്ടില്ല. അപ്പൊ അവിടെ കടന്നു പോവാനായിട്ട് ജർമ്മനിയിൽ ഇങ്ങനെ കടന്നു പോവുകയും അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇതെല്ലാം എന്റെ സഹോദരങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ ദൈവം അവനെ ഒത്തിരി മാനിച്ചല്ലോ, ഒത്തിരി എടുത്ത് അനുഗ്രഹിച്ചല്ലോ എന്നൊക്കെ ഉള്ളത് ഓർക്കുമ്പോഴും അവർക്കൊക്കെ വലിയ സന്തോഷമുണ്ടായി. ഞാന് ഇതിനൊന്നും യോഗ്യനല്ല, കർത്താവാണ് ഇതിനെല്ലാം മുഖാന്തരം. ദൈവത്തെ അറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായത്. എന്നിൽ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതികൂലങ്ങളിൽ കൂടി നമ്മൾ കടന്നു വരും. പക്ഷെ ആ പ്രതികൂലങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്ത് സഹിച്ചു നിൽക്കുമ്പോൾ ദൈവം ഒരു ശാശ്വതമായ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഒന്നുമില്ലായ്മയിൽ നിന്നാണ്, ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുവാനില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത്. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് പെന്തക്കോസ്തി വന്നതിന് ശേഷമാണ്. അതുപോലും ഞങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു, ഒന്നിനും കുറവില്ല. ഇന്ന് എൻ്റെ സഹോദരങ്ങളെയൊക്കെ സഹായിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം ഇത്രത്തോളം നടത്തി, ഇത്രത്തോളം കൊണ്ടുവന്നു. ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നും ഞാൻ നേടിയല്ല, കർത്താവ് തന്നതാണ്. ദൈവം തരാത്തതൊന്നുമില്ല ജീവിതത്തിൽ. ഞാൻ എൻ്റെ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് ആ ദൈവത്തിന് വേണ്ടി ആ പ്രതികൂലങ്ങളെ സഹിച്ച് ഞാൻ നിന്ന് ഇറങ്ങി തിരിച്ചതുകൊണ്ട് കർത്താവ് എന്നെ ഇത്രത്തോളം മാനിച്ചു, ഇത്രത്തോളം നടത്തി. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആത്മാവിന്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത്, ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വിഷയത്തിന് വേണ്ടി ദൈവം, ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന് വേണ്ടി ദൈവം മറുപടി തന്നിട്ടുണ്ട്. ഇന്ന് അനേകരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അതിനൊക്കെ ദൈവം മറുപടി തരുന്നു. ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ ദയയാണ്. എന്നെ കേൾക്കുന്ന ആരോമ ടിവിയിൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ഇരിക്കുന്നേ പറയാനുള്ള, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ആ ദൈവത്തെ പിൻപറ്റുക. നിങ്ങൾ ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ, ഏത് ജാതിക്കാരായിക്കോട്ടെ, ഏത് വർഗക്കാരായിക്കോട്ടെ, പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ഈ ഭൂമിയിൽ സ്വസ്ഥതയും സമാധാനവും കൂടാതെ നിത്യത നമുക്ക് ലഭിക്കും. നിത്യത എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ നിത്യ സ്വർഗരാജ്യത്തിൽ നമുക്ക് ചെന്ന് പാർക്കുവാനിടയാകും. അതാണ് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. ഈ ലോകത്ത് നമ്മൾ ഒന്നും നേടിയില്ലേലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ ദൈവത്തെ ആരാധിച്ച് പോകാമെങ്കിൽ നമുക്ക് നിത്യതയെ ചെല്ലാം, നമുക്ക് നിത്യ സ്വർഗരാജ്യത്തിൽ സമാധാനത്തിൽ ജീവിക്കാം, നിത്യം ദൈവത്തോട് കൂടെ വസിക്കാം. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇപ്പോഴും തേലകാവ് ദൈവസഭയിലെ അംഗമായിട്ട് ഈ ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ പലയിടങ്ങളിൽ കടന്നുപോയി സുവിശേഷം പറയുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ നില കർത്താവേ, ഈ അരോമ ടിവിയിൽ കൂടി ദൈവമേ അടിയന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന അനേകരെ ദൈവമേ അടിയന്റെ ഈ സാക്ഷ്യം കേട്ട് ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവര് വിശ്വസിക്കുന്ന, അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവമേ അവിടുന്ന് അവർക്ക് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പ്രാർത്ഥന വിഷയത്തിന് മേൽ ദൈവം മറുപടി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രത്തോളം ദൈവം സഹായിച്ചുവല്ലോ, ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ കർത്താവെ. ഇനി കഷ്ടങ്ങളിൽ, രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഏത് രോഗത്തിന്റെ അവസ്ഥയിലാണെങ്കിലും കർത്താവെ അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗത്തിൽ നിന്ന് അവർക്ക് സൗഖ്യം കൊടുത്താട്ടെ, അവർക്ക് വിടുതൽ കൊടുത്താട്ടെ. അവര് ശാപത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മുക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ദൈവമേ വിഷയത്തോടെ ദൈവസന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്ക് ദൈവമേ അവിടുന്ന് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കടത്തനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കണമേ സ്വർഗ്ഗത്തിലെ കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ
ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com